നല്ല ചക്ക കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ആ ഒരു സീസൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും അല്ലേ. ആ ഒരു സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ചക്ക കിട്ടും. പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിങ്ങനെ കൊതിയാവും. അങ്ങനെയുള്ള ഒരുപാട് ചക്ക പ്രേമികൾ ഉണ്ടായിരിക്കും. കേരളത്തിലുള്ള പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ ചക്ക കിട്ടാനായിട്ട് ഒരു സീസണിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ തൃശ്ശൂർ വേലൂർ പഞ്ചായത്തിലുള്ള കുറുമാൽ കുന്നിലുള്ള ആയൂർ ജാക്കിൽ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും കായ്ക്കുന്ന ചക്കകൾ ഒന്നല്ല ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചക്കകളാണ് ഇവിടെ ഉള്ളത്. പ്ലാവ് തൈകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാനായിട്ട് പറ്റും. 65ഓളം ഇനം പ്ലാവിൻ തൈകളാണ് ഇവിടെ ഇവർ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്ലാവ് മാത്രമാണോ? അല്ല, പലതരത്തിലുള്ള മാവുകൾ, പിന്നെ റംബൂട്ടാൻ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ്. പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. അത്രയും ഇനം ഐറ്റംസ്, അതായത് തൈകൾ ഇവിടെ അവർ നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു പല വലിപ്പത്തിലാണ്. ചെറിയൊരു തൈ മുതൽ വലിയ തൈകൾ വരെ കിട്ടും. അപ്പോൾ ഇത്രയും ഇനങ്ങൾ, ഇത്രയും വെറൈറ്റീസ് ഉണ്ടെങ്കിൽ കൂടെ പ്ലാവിന് തന്നെയാണ് ഇവിടെ ആ ഒരു പേര് കേട്ടിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. പ്ലാവിൽ തന്നെ 65ഓളം ഇനം വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കുഞ്ഞു തൈകളിൽ പോലും ചക്ക കായ്ച്ച് നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ശരിക്കും നമുക്കൊരു കൗതുകമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് വലിയ പ്ലാവുകളിലേക്കൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഈ ചക്ക മുറിച്ചെടുക്കാവുന്ന ഒരു ഹൈറ്റ്, ഇപ്പം നമ്മുടെ ഹൈറ്റിലൊക്കെ ഉള്ള പ്ലാവുകളിലെ വലിയ ചക്ക ഉണ്ടാവും. അത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാവും എന്നുള്ളതൊക്കെ ശരിക്കും ഇവിടെ വരുമ്പോൾ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ പ്ലാവിനെ ഇങ്ങനെ ഒരു ഫാം എന്നുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ള വർഗീസ് തരകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ആയൂർ ജാക്ക് ഫാം, അത് കേരളത്തിൽ തന്നെ ഇവിടെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. നമ്മുടെ ലോകത്തിലാകെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ വന്നിട്ടുള്ള ഒരു സ്ഥലമൊക്കെയാണ് ആയൂർ ജാക്ക് ഫാം. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ആയൂർ ജാക്കിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്കിനി കൂടുതലായിട്ട് ആയൂർ ജാക്ക് ഫാമിനെ കുറിച്ച് ഇതിന്റെ ഓണർ ആയിട്ടുള്ള വർഗീസ് തരകൻ സാറിനോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. നമ്മുടെ ആയൂർ ജാക്കിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം അല്ലെ. എത്ര വർഷമായി നമ്മൾ ഈ ഒരു? 2002 ഈ സ്ഥലം വാങ്ങിക്കുന്നത്. 2008 തൊട്ട് പ്ലാവ് കൃഷിയിൽ ഘട്ടം ഘട്ടമായിട്ട് വന്നു. 2015-16 കാലം തൊട്ടാണ് ഫുൾ സിംഗിൽ വരുന്നത്. ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ 3-4 സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ചക്ക ആദ്യമായിട്ട് കേരളത്തിലെ പ്ലാവ് കൃഷി ചെയ്തൊരു തോട്ടാണ്. ആദ്യമായിട്ട് പ്ലാവ് കൃഷി ചെയ്ത കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി ശാസ്ത്രീയമായിട്ട് ചെയ്ത തോട്ടാണ്. ഇവിടുന്ന് ഞങ്ങൾ ചക്ക വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ് വരെയുണ്ട്. കുരുഭാവി മുളപ്പിച്ച് വിത്ത് മുതൽ വിപണി വരെ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാം. ഇതിന്റെ പ്ലാവിന്റെ തൈകള്, മറ്റു ഫലവൃക്ഷങ്ങൾ, ഇപ്പോൾ ഇതൊക്കെ മാവിന്റെ തൈകളാണ്. അതെ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചെടികളുടെ ഒരു പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. അതെ, എല്ലാ ഫ്രൂട്ട് പ്ലാന്റും ഉണ്ട്. പ്ലാവിന് കുറച്ച് പ്രാധാന്യം കൂടുതലുണ്ട്. പക്ഷെ മറ്റു ചെടികളും വേണം. ഇപ്പൊ മാവ് വേണം, പ്ലാവ് വേണം, റംബൂട്ടാൻ വേണം, മാംഗോസ്റ്റീൻ വേണം, അവക്കാഡോ വേണം, സപ്പോട്ട വേണം, ചാമ്പ വേണം, അബിയു വേണം, കുള്ളൻ തെങ്ങ് വേണം, കുറ്റിയാടി തെങ്ങ് വേണം, കവുങ്ങ് വേണം, ഡ്രാഗൺ ഫ്രൂട്ട് വേണം. ഇവർക്കെല്ലാം നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. നമ്മൾ തയ്യാറാക്കി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന തൈകളാണ് ഇവിടെ വിപണനം നടത്തുന്നത്. നിങ്ങൾക്ക് 2 ഭാഗത്ത് നോക്കിയാലും കൃത്യമായിട്ട് കാണാം. മാവ് തന്നെ പലതരത്തിലുള്ള മാവുകൾ, ഞങ്ങൾക്കൊരു 42 ഇനം മാവുകൾ ഉണ്ട്. അതിൽ ഒരു 20ഓളം ഇനം തൈകൾ ഇവിടെ സമൃദ്ധിയായിട്ട് നമ്മൾ വിപണനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇതേ നിൽക്കുന്ന റംബൂട്ടാൻ, ഇതൊക്കെ കായ്ച്ചു തുടങ്ങിയതാണ്. ഈ ഒരു തയ്യനെ നമ്മൾ 500 രൂപയാണ് ഈടാക്കുന്നത്. ഇപ്പൊ കായ്ച്ചു തുടങ്ങിയ ഒരു തയ്യ്, അതിന്റെ ചെറിയ തയ്യുണ്ട്, 250 രൂപ വരെ ചെറിയ തയ്യുണ്ട്. ഈ ഒരു വലുപ്പം, നിങ്ങളെക്കാൾ എന്നേക്കാൾ വലുപ്പമുള്ള തയ്യ് ഈ ഒരു അതിന്റെ മുകളിൽ പൂട്ടിരിക്കുന്നു. അതിന് 500 രൂപയാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിൽ വെക്കാനാണ്. അതേമാതിരി പ്ലാവിന്റെ തൈകളൊക്കെ ചക്ക ഉണ്ടായി നിൽക്കുകയാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് ചക്ക അടക്കം വേണം എന്ന് പറഞ്ഞാൽ അതടക്കം നമ്മൾ കൊടുക്കാൻ നമുക്ക് 99 രൂപ തൊട്ട് പ്ലാവിന്റെ തൈകളുണ്ട്. 99 രൂപ തൊട്ട് 99, 250, 500 അങ്ങനെ വലിപ്പത്തിനനുസരിച്ചാണ് തൈകൾ ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ ചക്ക, അതാണ് പ്രത്യേകതയാണ്. ഇതാണ് ആയൂർ ജാക്ക്. ഞങ്ങൾക്ക് ഇവിടെ 65 ഇനം പ്ലാവിനങ്ങളുണ്ട്. 65 ഇനം. ഇന്ന് തന്നെ നമുക്ക് അതിൽ 3 ഇനം പ്ലാവിൻ്റെ ചക്കപ്പഴുത്തത് ഇന്ന് തന്നെ കഴിച്ച് നിങ്ങൾക്ക് രുചിച്ച് നോക്കാം. പ്രേക്ഷകരോട് ഞാനല്ല, നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത്. അപ്പൊ നമുക്ക് അങ്ങനെ ഓഫർ കൂടെ ഉണ്ട്. ഇതിലൊക്കെ ഉണ്ട്, ചെറിയ ചക്ക കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെറിയ വലിപ്പം മുതൽ ചക്ക ഇങ്ങനെ കായ്ക്കുന്ന ചക്ക, അങ്ങനെയുള്ള ഒരു ചെടി നമുക്ക് വീട്ടിൽ കൊണ്ടുവെക്കാവുന്ന രീതിയിൽ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകാനായിട്ട് പറ്റും അല്ലേ? ഇതിപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന്റെ തൈ വാങ്ങിക്കാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അവര് ഇതിന് മുന്നേ വന്നിട്ടില്ലേ ഇവിടെ? വരൂ. എത്ര കാലമായി വന്നിട്ട്? ഞാൻ ഒരു 3 കൊല്ലം
അല്ലേ? 3 കൊല്ലം മുമ്പ് വന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് തൈ വാങ്ങി കൊണ്ടുപോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് കാരണം ഇപ്പൊ വീണ്ടും തൈ വാങ്ങാനായിട്ട് വന്നതാണ്. അതെ അതെ, ഞാൻ കൊണ്ടുപോകുമ്പോൾ തൈ അത്ര ഉണ്ടായിരുന്നു. ആ കുഞ്ഞു തൈയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും എനിക്ക് എടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു ചെനുള്ള ഒരു തൈ എടുത്തു. ആദ്യ ഒരെണ്ണം കൊണ്ടുവച്ചാൽ അത് പുല്ലുവെട്ടേര് നശിപ്പിച്ചു. പിറ്റത്തെ പ്രാവശ്യം കൊണ്ടുവച്ചത് പിടിച്ചു. അതിന്മേൽ ചക്ക ഉണ്ടായി. ഒരു 10 ചക്ക ഒരുമിച്ചുണ്ടായി. 10 ചക്ക ഒരുമിച്ചുണ്ടായി. ഞങ്ങൾ കഴിക്കുന്നു. വീണ്ടും പ്ലാവ് തൈ വാങ്ങാൻ വന്ന അത് കണ്ടപ്പോൾ അവന്റെ അവിടെ വെക്കണം പറഞ്ഞു. അങ്ങനെ അവനും കുട്ടി വന്നു. ഇതാണ് ആയുർജാക്ക് ഫാമിന്റെ ആദ്യം വന്നപ്പോൾ ഇവിടെ ഒരു ചക്കയുടെ ഒരു പീസ് ഞങ്ങൾക്ക് തിന്നാൻ തന്നു. ഇന്നും തന്നില്ലേ? ഇന്ന് നോമ്പ് തരും. നോമ്പുള്ള കാരണം ഇവിടെ തരും. കൊണ്ടുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് മുഴുവൻ ചക്ക പഴുത്തത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ടേസ്റ്റ് കാരണം ആളുകൾക്ക് വളരെ നല്ല ഇതിൽ ഒരു കഷ്ണം ചക്ക തിരിച്ചു. അപ്പൊ നമുക്ക് ആ ഒരു മേടിക്കാനായിട്ടൊരു ഇത് വരില്ല, ആ ചക്കര ടേസ്റ്റ് ഒക്കെ. സ്മെല്ല് എന്ത് സ്മെല്ലാ കണ്ടു. കാറിൽ വെച്ചാലും എവിടെ വെച്ചാലും ദിവസങ്ങളും ഇരിക്കും മണം. നമ്മളിപ്പോ ഇങ്ങനെ ഒരു തൈ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതില് ഓൾറെഡി ചക്ക ചെറുതായിട്ടുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് അക്കൊല്ലം തന്നെ കായ്ച്ചു തുടങ്ങും. പക്ഷെ ചക്ക തൂങ്ങി നിൽക്കാനുള്ള ആരോഗ്യം വരുന്നത് വരെ ചക്ക അനുവദിക്കരുത്. ഒരു ചക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ടാണ്. അപ്പൊ ചക്ക തൂങ്ങി നിൽക്കാനുള്ള ആരോഗ്യം വരുന്നത് വരെ ഉണ്ടാവുന്ന ചക്കകൾ കട്ട് ചെയ്ത് കളയണം. ചക്ക പ്ലാവിന്റെ മുകളിൽ തടിയിൽ തൂങ്ങി നിൽക്കാനുള്ള ആരോഗ്യം വരെ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് അനുവദിക്കാം. അതാണ് അതിന്റെ സിസ്റ്റം. ഞാൻ എന്ത് ചെയ്ത് വെച്ചാല് നല്ലൊരു വടി ഒരു കമ്പി താങ്ങ് കൊടുത്തു അല്ലേ. എന്നിട്ട് തന്നെ ഒരു കൊമ്പ് ഇടിഞ്ഞു. ചക്കതിയായിട്ട് വിലങ്ങിന് ഒരു പിന്നെ കഴുങ്ങ് വെച്ച് കൈമ കെട്ടി. എന്നിട്ടാണ് ഈ 10 ചക്ക. 10 ചക്ക ഒരുമിച്ച് ഉണ്ടാവല്ലേ അല്ലേ? ഓക്കെ, അപ്പൊ ആ ഒരു സന്തോഷത്തില് അതെ ഞങ്ങൾക്ക് സന്തോഷം. ഇവിടെ നമ്മൾ കൊടുക്കുന്ന വലിയ തൈകള് ചക്ക അടക്കമുള്ള തൈകള് അതിന്റെ മുകളിലൊക്കെ നോക്കുക. അങ്ങോട്ട് അറ്റത്തേക്ക് ഇവിടെ ഉണ്ട്. അല്ല ഇവിടെയല്ല, ദേ അങ്ങോട്ട് നോക്കുക. വലുതായിട്ടുള്ളത് ചക്ക അടക്കമുള്ള തൈകൾ വേണം ആവശ്യപ്പെട്ട് വരാറുണ്ട്. അപ്പൊ അവർക്ക് അതേപോലെയുള്ള വലിയ തൈകൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഇത് കൊട്ടൃകോണം എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് രാജാവ് ഇട്ട് കൊടുത്ത പേരാണ് കൊട്ടൃകോണം. ആ മാങ്ങയാണ്. ഈ മാങ്ങ ഉണ്ടായി നിൽക്കുകയാണ്. വലിയ ചെടികൾ. അതേമാതിരി അപ്പുറത്ത് കുളമ്പ് കണ്ട ഒരുപാട് ഇനങ്ങൾ. വലിയ തൈകൾക്കാണ് കൂടുതൽ ആളുകൾക്ക് പ്രിയം. കാരണം നേരെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് കൊണ്ടുപോയി നേരെ മാങ്ങ പറിച്ച് കഴിക്കാം. അതാണ് അവരുടെ ആളുകളുടെ പ്രധാനം. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ മാംഗോസ്റ്റിൻ, അതേപോലെ ഇതൊരു പ്രത്യേക ഇനം കവുങ്ങ ഹിരഹള്ളി എന്ന് പറയുന്ന ഇനാണ്. നിലത്തുനിന്ന് കായ്ക്കും. അതിന് മുകളിൽ ഇത് ഇപ്പൊ അടക്കിയ ഒരു സ്റ്റെപ്പ് ഉണ്ടായി കഴിഞ്ഞു. ഇതേ 2ാം സ്റ്റെപ്പ് അടക്കിണ്ടാവും. അത്രയ്ക്ക് അധികം അടക്കിണ്ടാവും. ഓർണമെന്റിലാണ് അടക്കിയുണ്ടാവും. അപ്പൊ ഇതിന്റെ തൈകൾ എല്ലാത്തിന്റെ തൈകളും ഇവിടെ വിപണനം. ഇത് ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ തൈയായിട്ട് കൊണ്ടുവച്ച് ചെറിയ തൈ വെച്ച് കഴിഞ്ഞാൽ അത് വലുതായി. ഇത് കുറെ കൊല്ലായി. വളരെ പതുക്കെ സ്ലോലി വളരും. ഏകദേശം ഈ ഒരു ഹൈറ്റിൽ അവിടെ നിൽക്കും അല്ലേ? ഞാവലാണല്ലേ ഇതൊക്കെ? ഗ്രാഫ്റ്റ് ചെയ്ത ഇത് കായ ഉണ്ടായി തുടങ്ങി ഓൾറെഡി. ഇതിന്റെ മുകളില് നമുക്ക് ഇതൊക്കെ പൂവിട്ട ഞാവലാണ്. ജംബോ ഞാവൽ. ഇത് മല്ലിക മാവ്. മല്ലിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് മാങ്ങ എക്സ്പോർട്ട് ചെയ്യാണ് ചെയ്യുക. അത്ര രുചിയാണ്. ഇതിന്റെ മുകളിൽ ഇപ്പൊ മാങ്ങ ഉണ്ടായി നിൽക്കുന്നു. ഇവിടെ മാങ്ങ ഉണ്ടായി നിൽക്കുന്നു. ഇതപ്പോൾ ഇതിന്റെ മുകളിലും മാങ്ങ ഉണ്ടായി നിൽക്കുന്നു. അപ്പോൾ ഈ പഴയ ആളുകൾക്കൊരു ചെറിയൊരു സംശയമുള്ള ഒരു കാര്യമുണ്ട്. ബെഡ് ചെയ്താലും ഗ്രാഫ്റ്റ് ചെയ്താലും അതിൻ്റെ ആ മാവിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന മാങ്ങയ്ക്ക് രുചി കുറയുന്നു. ഒരിക്കലും കുറയില്ല. അത് ബെഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവിനെ ഈ കുരുവാവി മുളപ്പിച്ച് വലുതാവുന്ന മാവിനെ ചെറുതാക്കുക എന്നുള്ളതാണ്, ഹൈബ്രിഡ് ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് പ്ലാവായാലും ടേസ്റ്റിന് ഒരു മാറ്റമില്ല. ഏത് ഇനത്തിൻ്റെ ആണോ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ബെഡ് ചെയ്യാൻ തന്നെ അതേ ഇനം തന്നെ ഉണ്ടാവും. അതിലൊരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. 5 ഇനം പ്ലാവുകളുണ്ട്. മാവിന്റെ കാര്യം പറഞ്ഞാൽ 42 ഇനമുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മള് കവുങ്ങ് കണ്ടു. ഇപ്പതാ ഇവിടെ പപ്പായ ഉണ്ട്, പേരക്കയുണ്ട്, മുളകുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ്. ആളുകൾക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റം നമ്മൾ തയ്യാറാക്കി കൊടുക്കുക. അതുള്ളത് ക്വാളിറ്റിയിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിർബന്ധം. തെങ്ങും അങ്ങനെ എല്ലാം ഇല്ലാത്തതൊന്നും ഇല്ല എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഈ പപ്പക്കായയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ നമുക്ക് ഞങ്ങളുടെ പപ്പത്തോട്ടത്തില് പപ്പയ്ക്ക് ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ പോയി നമുക്ക് പപ്പായമെന്ന് പൊട്ടിച്ച് പഴുത്ത പപ്പക്കായ പൊട്ടിച്ച് നിങ്ങൾക്ക് കഴിച്ച് രുചി നോക്കിയിട്ട് പ്രേക്ഷകരോട് പറയാം നിങ്ങളുടെ ചാനലിൽ പോരെ. അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ കാണുന്ന തൈകളൊക്കെ മറയൂർ ചന്ദനത്തിന്റെ തൈകളാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ചെടിയും
അതിൻ്റെ തൈകൾ കിട്ടുന്നതാണ്. മാത്രമല്ല നമുക്ക് ചക്കയുടെ പേരിലാണ് പ്രശസ്തി കൂടുതലെങ്കിൽ പോലും മറ്റെല്ലാ തരത്തിലുള്ള പ്ലാന്റ്സും ഇവിടെ ഉണ്ട്. മറയൂർ ചന്ദന അടക്കം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. ഇത് പാഷൻ ഫ്രൂട്ട് ആണ് അല്ലേ? അബിയുവിന്റെ തയ്യെ ഈ അപ്പുറത്ത് ആ മുളച്ചു വരുന്ന ചക്കക്കുരു മുളപ്പിക്കുകയാണ്. സാധാരണ ചക്കക്കുരു 18 മുതൽ 22 ദിവസം വരെ വരും ഒരു ചക്കക്കുരു മുളയ്ക്കാൻ. സാധാരണ ഇതില് മുള പൊട്ടി വരെ 22 ദിവസം ശരാശരി വരും, 20-22 ദിവസം വരും. അതിന്ന് മുളച്ചു വരുമ്പോൾ അതിൻ്റെ ഇലകൾ നോക്കി, അതിൻ്റെ വലിപ്പം നോക്കി, ഇലയുടെ ഷേപ്പ് നോക്കി, അതിൻ്റെ ചുഴി നോക്കി, അതിൻ്റെ ഗ്രീൻ, ഓരോ ഇലകൾക്ക് ഓരോ കളർ വ്യത്യാസം വരും. അങ്ങനെ നോക്കി നമ്മൾ ഒബ്സർവ് ചെയ്ത് അത് നട്ടുപിടിപ്പിച്ച് അതിന്ന് വലുതായി ചക്ക ഒരു 6 വർഷം മുതൽ 12 വർഷം വരെയാണ് ചക്ക ഉണ്ടാവുള്ള സമയം. ചക്ക ഉണ്ടായി ആ ചക്ക നമ്മൾ കഴിച്ചു നോക്കി, ആ ചക്കയുടെ രുചി മനസ്സിലാക്കി നല്ലതാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ മുകളിൽ അടുത്ത വർഷം ചക്ക ഉണ്ടായി, 1 വർഷത്തിൽ 2 വർഷം ഉണ്ടാവുമോ ചക്ക എന്ന് നോക്കി അങ്ങനെ പഠനം നടത്തിയിട്ട് അതിൻ്റെ ഒരു ചക്കയുടെ തൂക്കം എത്രയുണ്ടെന്ന് നോക്കി, അതിൻ്റെ രുചി എത്രയുണ്ടെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ പുതിയ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇത്രയും വലിയൊരു പ്രോസസ്സാണ്. ഇത് നമുക്ക് നമ്മുടെ നഴ്സറിയിലെ തൈകൾ, ലക്ഷക്കണക്കിന് തൈകൾ നമ്മൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾക്ക് കാണാം. എല്ലാം നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ട് പ്രഷറോട് പറയും. അപ്പുറത്തിരിക്കുന്നത് സാന്തോൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. സാന്തോൾ ചെറിയ പുളിയും മധുരവും ഉള്ള ഒരു ഫ്രൂട്ടാണ്. അത് പൂവിടണ സമയമായി, പൂവിട്ടത് നമുക്ക് കാണാം. അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ടും. ഇതിപ്പോൾ സീഡ്ലെസ് ലെമൺ, കുരുവില്ലാത്ത നാരങ്ങ, അതിൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുന്ന് അടുത്ത കവറിലേക്ക് മാറ്റി വീണ്ടും വലുതാക്കാൻ വെച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ഈ ഒരു സീസണിലും ഇവിടുത്തെ ഒരു മണ്ണിനും ഒക്കെ അനുയോജ്യമാണോ ഇതുപോലുള്ള നമുക്ക് കുറേ? അതെ, അത് നമ്മൾ കാലാവസ്ഥയ്ക്ക് അനുകൂലവും കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നല്ല ചൂട് കൂടുതലുള്ള സമയമാണെങ്കിൽ അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഗ്രീൻ നെറ്റ് കെട്ടി, ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ മറ്റ് സ്ഥലത്ത് നിൽക്കുന്ന ചൂടുണ്ടാവില്ല. അപ്പോൾ ഒരു ഗ്രീൻ നെറ്റ് കെട്ടി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൻ്റെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നത് ഒഴിവായി. അപ്പോൾ ഒരു ചെറിയൊരു 50% സൂര്യപ്രകാശം എന്നാൽ കിട്ടാവുന്ന നെറ്റാണ്. ഇതിന് ഗ്യാപ്പ് ഉണ്ട് 50%. അങ്ങനെയാണ് ഇതൊക്കെ തയ്യാറാക്കുക. ഒരുപാട് ഒരു കൃഷി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയെക്കുറിച്ച് അറിയാതെ ചെയ്ത്, ഇപ്പോൾ എനിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ PSC ജോലി കിട്ടിയ ആളാണ്. ജോലിക്ക് പോകാതെ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ അതിനോടുള്ളൊരു പാഷനും ഒരു അടുപ്പും ഒരു സ്നേഹവും കൃഷിയോട് വേണം. അല്ലാതെ നമ്മൾ വെറുതെ ഞാൻ കൃഷി ചെയ്യാന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ട് കാര്യമില്ല. കുറച്ച് അത് ഒരാൾക്ക് കൃഷി ചെയ്യുക എന്നുള്ളതിലുപരി കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടി മനസ്സിലാക്കിയതിന് ശേഷം വേണം തൈകൾ ഉൽപ്പാദിപ്പിക്കും. തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള തൈകൾ കൊടുക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. അത് ഒരു പരിധി വരെ ഞങ്ങളെ കൊണ്ടാവാവുന്ന എല്ലാ ക്വാളിറ്റിയും കീപ്പ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് നിങ്ങൾക്കിപ്പോൾ കുറച്ച് കണ്ടപ്പോൾ എന്നെ ബോധ്യമായി. ഇനിയും നിങ്ങൾ കാണാണ്ട് ചക്ക പഴുത്തത് മുറിച്ച് കഴിച്ച് രുചി നോക്കി തൈ കൊണ്ടാവുന്ന കേരളത്തിൽ വേറെ ഏതെങ്കിലും ഇടണ്ടോ? അതാണ് ഉണ്ടോ? ഇവിടെ നോക്കുമ്പോൾ എല്ലാ ചെടികളിലും നിറയെ കായ്ക്കളാണ്. എല്ലാം വളരെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പൊ നമ്മൾ സാധാരണ വളം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. വളത്തിനേക്കാൾ ഉപരി ക്വാളിറ്റി ഉള്ള ചെടികളാണ് ഇനങ്ങള്. നമുക്ക് എല്ലാം ഇപ്പൊ ഇതൊരു മാവ്, ഈ മാവിന്റെ ഇനം നന്നായാലാണ് ഈ ഒരു ചെറിയ തൈന്റെ മുകളിൽ ഇങ്ങനെ മാങ്ങയും അത് ഒരു മാവിനല്ല. നിങ്ങൾ കാണുമ്പോ എല്ലാ മാവിലും അങ്ങനെ തന്നെയാണ്. അത് ഇനം നന്നാവല് നമ്പർ 1. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് വളം എന്ന് പറഞ്ഞാൽ നാടൻ വളങ്ങൾ, ആട്ടിൻകാഷ്ടം, ചാണകപ്പൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ നാടൻ വളങ്ങൾ ഇടുക. അത് ഞങ്ങളിവിടെ വരുന്ന തൈ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ പരിപാലിക്കാനുള്ള ഒരു ചെറിയൊരു ക്ലാസ് പോലെ എടുത്തിട്ടാണ് തൈ കൊടുക്കുക. അതിൻ്റെ ലീഫ്ലെറ്റ് അടക്കം കൊടുക്കും, ഇന്ന പോലെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് അവർ അതിന് ശേഷം നമ്മളെ വിളിക്കും. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ അവർക്ക് അതിന് മറുപടി കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കൃത്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ തൊട്ട് മുന്നേ ഒരാൾ ഇവിടെ വന്നു. അദ്ദേഹം വന്നൊരു 3 കൊല്ലം മുമ്പ് ഇവിടെ വന്നു, തൈ വാങ്ങി കൊണ്ടുപോയി അതിൽ നിറയെ ചക്കയായിരുന്നു എന്ന് പറഞ്ഞു. അത് പുറമേ നിന്ന് ആളുകൾ അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾക്ക് മൗത്ത് പബ്ലിസിറ്റിയാണ്. അല്ലാതെ നമുക്ക് മറ്റു പരസ്യങ്ങൾ. അദ്ദേഹത്തിന്റെ വീട്ടിലെ രാവിലെ 10 ചക്ക ഒറ്റയടിക്ക് ഉണ്ടായി പറഞ്ഞപ്പോൾ അനിയൻ മേടിക്കാനായിട്ട് അനിയൻ വരികയാണ്. അപ്പൊ അതാണ് അതിന്റെ ക്വാളിറ്റി. ഇപ്പൊ ഇത് ഒരു ഇഞ്ചിയാണ്, ഒരു പ്രത്യേകതരം ഇഞ്ചി. ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം വെച്ച് കഴിഞ്ഞാൽ
ഇതൊരു ചെറിയൊരു പീസ്, ഇത് സ്മെല് ചെയ്ത് നോക്കൂ. ഇതൊരു ചെറിയൊരു പീസ് ഇതിൻ്റെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രോ ബാഗ് നിറച്ച് ഇഞ്ചി. ഇത് അമേരിക്കയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത്, അദ്ദേഹം അവിടെ നിന്ന് ഒരു പീസ് ഇഞ്ചി കൊണ്ടുവന്ന് എൻ്റെ സുഹൃത്തിന് കൊടുത്തു. അദ്ദേഹം നട്ടുപിടിപ്പിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ ശാസ്ത്രീയ വശങ്ങളും കാര്യങ്ങളും നടന്ന രീതിയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡയറക്ഷൻ കൊടുത്ത് നിന്നു. അദ്ദേഹത്തിന് അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ പീസുകൾ തന്നു. അതിൽ നിന്ന് ഒരുപാട് ഞങ്ങൾ ഇത് തയ്യാറാക്കി. ഇതിൻ്റെ പ്രത്യേകത ഏത് സമയത്തും നടാം, ഏത് സമയത്തും നമുക്ക് പറിച്ചെടുക്കാം, ഏത് സമയത്തും നടാം. നിറയെ ഇഞ്ചി ഉണ്ടാവും. ഒരു ചെറിയൊരു ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞാൽ ഗ്രോ ബാഗിൽ നിറയെ. ഇത് ഫ്ലാറ്റുള്ള ആളുകൾ, ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും ഗ്രോ ബാഗിൽ ഇഞ്ചി നട്ട്. ഇതൊരു പ്രത്യേക ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇപ്പൊ അതിന്റെ സ്മെല്ല് നോക്കി കഴിഞ്ഞാൽ എന്താ അറിയാലോ, ഒന്ന് പൊട്ടിച്ചു നോക്കും. ആ പൊട്ടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം അറിയാം. അപ്പൊ അത് വളരെ, ഇപ്പൊ ആ ഒരു കഷ്ണം നട്ട് കഴിഞ്ഞാൽ ഗ്രോ ബാഗ് നിറയും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ഏറ്റവും കൂടുതൽ വിഷം തെളിക്കുന്ന ഒരു ഐറ്റാണ് ഇഞ്ചി. ആ ഇഞ്ചിയിൽ വിഷമില്ലാത്ത ഇഞ്ചി കഴിക്കാൻ നമ്മൾ ഇവിടെ ഇതിന്റെ പ്ലാന്റ് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം. നല്ല വിലയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് ഫ്രഷ് ആയിട്ട് ഇഞ്ചി പൊട്ടിച്ച് എടുക്കാം. ബാക്കിയുള്ളത് അതിൽ വീണ്ടും നടാം. അപ്പോൾ അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇഞ്ചിയുടെ ഉപയോഗം നടത്താം. ഇല്ല, ഇത് സാധാരണ അമേരിക്കൻ ജിഞ്ചർ. അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണു. ഒപ്പം തന്നെ ഞങ്ങൾ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞൾ, പ്യുവർ കസ്തൂരി മഞ്ഞൾ ഇവിടെ ഞങ്ങൾ ഇഷ്ടംപോലെ കൃഷി ചെയ്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളുടെ തൈക്, ഇഞ്ചി, അതേമാതിരി മഞ്ഞൾ, ഇതൊരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കാനുള്ള ഒരു പരിപാടി. ഓഫറല്ല, ഞങ്ങൾ അങ്ങനെയും കൂടി നമ്മൾ അത് ആലോചിക്കുന്നുണ്ട്. പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ സപ്പോട്ട, ഈ ഒരു മരം നിറയെ കായ്ക്കളാണ്. അപ്പൊ അതിങ്ങനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. അത് ആ ഇനത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഈ കമ്പിലുണ്ടായ സപ്പോട്ടയുടെ കായകള്, അതേപോലെ തന്നെ ഇതാ ഈ ഒരു കമ്പ് നോക്കൂ. അപ്പൊ ഈ ഒരു കമ്പല്, ഈ സപ്പോർട്ട വലുതായി കഴിഞ്ഞാൽ ഈ കമ്പനി താങ്ങി നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കധികം സപ്പോർട്ട്. അത് ഇതിൽ നിറയെ ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ബ്രാഞ്ചിലും വീണ്ടും സബ് ബ്രാഞ്ച് വരുന്നുണ്ട്. അതിൽ നിറയെ സപ്പോർട്ട്. അപ്പൊ അത് ക്വാളിറ്റി എന്നുള്ളത് കോംപ്രമൈസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമൃദ്ധിയായിട്ട് ഏത് കൃഷി ആയാലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യരുത്. ഇപ്പൊ നമുക്ക് സീഡ്ലെസ് ലെമൺ ദേ കാണുന്നു അപ്പുറത്ത്. നേരത്തെ നമ്മളവിടെ തൈകൾ കണ്ടിരുന്നു. അതിന്റെ വലിയ പ്ലാന്റ് ആണ് ഇവിടെ അല്ലേ? അപ്പൊ ആ സീഡ്ലെസ് ലെമൺ ഉണ്ടായി നിൽക്കുന്നു, നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വലിപ്പമുണ്ടല്ലേ? അപ്പൊ നമ്മള് സാധാരണ ഒരു ലെമൺ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ കുരു ഒരു പ്രശ്നക്കാരനാണ്. ഇതാകുമ്പോ ആ കാര്യം നോക്കുക വേണ്ട, നമുക്ക് സുഖമായിട്ട് ലെമൺ ജ്യൂസ് അടിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം വലിപ്പമുണ്ട്. ഇത് കണ്ടാൽ ലെമണാന്ന് തോന്നില്ല, വേറെ എന്തോ ഒരു സീഡ്ലെസ് ലെമൺ ആണ്. പക്ഷെ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് നിറയെ, ഒരു അര ഗ്ലാസ് ഇതിന്റെ മാത്രം ജ്യൂസ് ഉണ്ടായിരിക്കും, ഒരു ഗ്ലാസിന്റെ പകുതിയോളം. ഒരു ഗ്ലാസ് നിറയ്ക്കാൻ. അപ്പൊ നമുക്ക് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമ്മൾ ലെയർ ചെയ്തെടുത്തിട്ട് അവിടെ തൈ ഉണ്ടാക്കിയതാണ് നിങ്ങൾ അവിടെ കണ്ടത്. ആ തൈ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ സീഡ്ലെസ് ലെമൺ ഇങ്ങനെ ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഒരു പ്ലാന്റിൽ നിന്ന് ഇത് പറിച്ചെടുത്ത് ജ്യൂസ് അടിച്ച് കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക പ്രൗഡ് മൊമെന്റ് ആയിരിക്കും. ഈ പ്ലാവ്, ഇപ്പോൾ ഈ പ്ലാവ് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാവ് എന്ന് തോന്നാം. ഇത് രണ്ട് പ്ലാവാണ്. ഒരു വലിയ പ്ലാവ്, ഒരു ചെറിയ പ്ലാവ്. രണ്ട് പ്ലാവിന്റെ മുകളിലും ചക്കയുണ്ട്. ഈ ചെറിയ പ്ലാവിന്റെ മുകളിൽ ചെറിയ ചക്കയാണ്. അത് ഞങ്ങൾ ആദ്യമായിട്ട് ഈ വർഷം ഉണ്ടായതാണ്. ചക്ക കഴിച്ചിട്ടില്ലേ? വലിയ പ്ലാവിന്റെ മുകളിലത്തെ ചക്ക പലപ്പോഴും മൂന്നാമത്തെ കൊല്ലം ഉണ്ടാവണേ. ഇത് 2 പ്രാവശ്യം ഒരു കൊല്ലത്തിൽ കായ്ക്കും. അപ്പോൾ അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് ചെറിയ ചക്കയാണ്, ഇത് വലിയ ചക്കയാണ്. ഇത് പഴുത്തുണ്ട്, അതിന്റെ മുകളിൽ നിൽക്കണു വലിയ ചക്ക. 20.5 കിലോ തൂക്കം ഒരു ചക്കയ്ക്ക് ഉണ്ടാവും ഇതിന്റെ മുകളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ 2 ഞെട്ട് ആണ്, ഒരു ഞെട്ടിൽ 2 ചക്കയാണ്. അതുകൊണ്ട് ഒരു ചക്ക ലേശം വലുപ്പം കുറഞ്ഞു എന്നുള്ളൂ. അത് സിംഗിൾ ചക്കയാണ്. അത് ഏകദേശം 20 കിലോന്റെ അടുത്തുണ്ട് ആ ചക്ക. അപ്പോൾ ഇതിന് മുന്നുണ്ടായ ചക്കയ്ക്ക് 20.5 കിലോ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. ഈ ചക്ക നിങ്ങൾക്ക് എൻ്റെ തോട്ടത്തിൽ വന്നു, നിങ്ങൾ മുറിക്കുക, മുറിച്ചിട്ട് ചക്ക മുറിച്ച് രുചിച്ച് നോക്കുക. ഇതിന് പേരിട്ടിട്ടില്ലേ, അതൊരു പുതിയ ഇനം വരിക്കിയ ചക്കയാണ്. നിങ്ങൾക്ക് എന്താണ് ഇത് രുചി എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകരോട് പറയണം. നിങ്ങൾ ഈ കാണുന്ന ചക്ക, ഞെട്ടിൽ നിൽക്കുന്ന ചക്ക നിങ്ങൾ മുറിച്ചെടുക്കുക, ചക്ക കട്ട് ചെയ്തിട്ട് അത് കഴിക്കുക, എന്നിട്ട് അതിന്റെ രുചി പറയാ. ഇതോടൊപ്പം തന്നെ വേറെ 2 ഇനം ചക്ക പഴുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, അതും കൂടി രുചിച്ച് നോക്കാം. അതും നല്ലൊരു തീരുമാനമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ തോട്ടി വെച്ചിട്ടാണ് സാധാരണ ചക്ക. ഇത് നമ്മളിങ്ങനെ കൈ പിടിച്ചപ്പോ മാങ്ങയൊക്കെ പൊട്ടിക്കുന്ന പോലെ താഴേക്ക്.
ഈസി ആയിട്ടൊരു ചക്ക പറിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മൾ കഷ്ടപ്പെട്ട്, എൻ്റെ വീട്ടിലൊക്കെ ചക്ക ഇടണമെങ്കിൽ വലിയ തോട്ടിയിൽ വേറെ ഒരു തോട്ടി എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടൊക്കെ കഷ്ടപ്പെട്ടാണ് അത് പൊട്ടിച്ച് താഴെയിട്ട്. ഇത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ സെന്റർ കട്ട് ചെയ്ത് നോക്കാം. ഇത്ര ഈസി ആയിട്ട് ചക്ക പൊളിക്കാറില്ലേ? കുറച്ചുള്ള ഫുള്ള് മുറിക്കും. ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയുണ്ട്. നല്ല മധുരമുള്ള നല്ലൊരു സൂപ്പർ ചക്ക. ഇത് വരിക്കച്ചക്കയിൽ വരുന്ന ഒരു ഇനാണല്ലേ? വരിക്കച്ചക്ക തന്നെ അല്ലേ? അപ്പൊ എന്താ ഒരു സ്പെഷ്യൽ ഒരു ഇതാണെന്ന് പറഞ്ഞത്? ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഫുള്ള് തിക്കാണ്. തിക്ക് മാത്രല്ല, ഇതും കൊല്ലത്തിൽ 2 തവണ ഇത് ബെഡ് ചെയ്ത പ്ലാവല്ല. സാധാരണ കുരു പാവി മുളപ്പിച്ച ഒരു ഇനത്തുനിന്ന് കിട്ടിയതാണ്. ചക്കയുടെ ആ ഒരു ഇതിനൊക്കെ നല്ല കട്ടിയുള്ളൊരു ഇതാണ്. ഭയങ്കര നൈസായിട്ട് നല്ല മധുരമുണ്ട്. ഇത് വേറെ ഉഷാറായിട്ടില്ല. അപ്പൊ അത് കാരണം മോളുടെ വീട്ടിലൊക്കെ നന്നായിട്ടുണ്ടാവും. അതെടുത്തേ. അവർ കൊമ്പൊടിഞ്ഞു വീഴാവുന്ന രീതിയിലുള്ള ചക്ക, അത്രമാത്രം ചക്ക ഉണ്ടായി. 3 ടൈപ്പ് ചക്കകളാണല്ലേ? ഇതിന്റെ കളർ നോക്കൂ, ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഇതാണ് റെഡ് ജാക്ക്. നമ്മൾ തൈ കണ്ടിരുന്നു റെഡ് ജാക്ക്. ചക്കയിൽ തന്നെ ടേസ്റ്റിൽ ഇത്രയും വ്യത്യാസം വരുന്നുണ്ടല്ലേ? വേറൊരു ടേസ്റ്റ് ആണ് ഇത്. ഇത് കഴിച്ചു നോക്കൂ. ഇത് ആയുർജാക്കാണ്. ഇതും ഒരു മരിയല്ലേ ടേസ്റ്റ് അല്ലല്ലോ. കളറൊക്കെ ഏകദേശം ഒരുപോലെ ആണെങ്കിലും മൂന്ന് ടേസ്റ്റ് ആണ്. ഇതിന്റെ ടേസ്റ്റ് അല്ല ഇതിന്റെ ടേസ്റ്റ് അല്ല. ഇപ്പോൾ നമുക്കിത് ഒരു സാധാരണ നഴ്സറിയിൽ പോയാൽ പ്ലാവിന്റെ മുകളിൽ നിന്ന് ചക്ക മുറിച്ച് പഴുത്ത് രുചിച്ച് നോക്കിയിട്ട് ചക്ക കൊണ്ടുപോകാൻ പറ്റുമോ? അതിന്റെ തൈ കൊണ്ടുപോകാൻ പറ്റുമോ? ഈ ഒരു ഓഫർ തരാൻ പറ്റിയ ഏക ഒരു ഫാം എന്ന് പറയുന്നത് അത് ആയുർജാക്കാണല്ലേ? അങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങി കൊണ്ടുപോയ ആളുകളാണ് അല്ലേ? അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ ക്രെഡിബിലിറ്റി നമുക്ക് പറയാനില്ല. ചുമന്ന ചക്ക ആയുർജാക്ക് ഇത് പുതിയ ഇനം വന്നു, പുതിയ ഇനം വീണ്ടും പരിചയപ്പെടുത്താൻ തന്നു. പേരിടണം. അത് മദ്രാസിൽ ബ്രാൻഡ് നെയിം രജിസ്ട്രേഷൻ കിട്ടുന്ന സ്ഥലമുണ്ട്. ബ്രാൻഡ് നെയിം അതോറിറ്റി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ. അവിടേക്ക് ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു ബ്രാൻഡ് നെയിം തയ്യാറാക്കിയിട്ട് പുറത്തേക്ക് വിടുള്ളൂ. കാരണം നമ്മൾ പണിയെടുക്കുക മറ്റുള്ളവരും. അതായത് ഇപ്പൊ നമ്മൾ ഈ കഴിച്ച ഈ ചക്ക നമുക്ക് മാത്രം ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പേരിടുന്നതിന് മുൻപ് കഴിക്കുന്നത് നമ്മളാ. ഇനി പേരിട്ടിട്ട് ആളുകൾ വാങ്ങി തൈ വെച്ച് പിന്നീടാണ് നമുക്ക് അത് സഫീഷ്യന്റ് ആയിട്ട് ആവുള്ളൂ കേട്ടോ. ഇവിടെ വന്നാൽ മാത്രമേ ഇപ്പൊ ഇത് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഒരു ഓഫർ ഉണ്ട്. ഇതൊന്ന് കഴിച്ചു നോക്കൂ. ഇത് കഴിച്ചോ? ചക്കയിൽ തന്നെ നമുക്ക് ഇത്രയും പല പല ടേസ്റ്റാണ്, പല പല വേരിയേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഓരോന്നിൻ്റെ ടേസ്റ്റ് ആ വ്യത്യാസം നമ്മൾ അറിയുന്നതാ ഇവിടെ വരുമ്പോഴാണ്. സാധാരണ നമുക്ക് തന്നെ ചക്ക കഴിക്കുന്നുണ്ടെങ്കിലും പലതരത്തിൽ ചക്ക കഴിക്കുമെങ്കിലും ഇത്രയും വ്യത്യസ്തം എനിക്ക് തോന്നുന്നു അത് ഇവിടെ വരുമ്പോഴേ കിട്ടുള്ളൂ. അല്ല, അത് ഇപ്പോൾ ഇതൊരു പുതിയ ഇനം ചക്ക. ഈ ചക്ക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് കൂന് ആവശ്യത്തിന് കൂനുള്ള വലിയ കൂനല്ല, നിറയെ ചുളകളാണ്. ചുളകൾക്ക് ലെങ്ത് ഉണ്ട്, ചുളകൾക്ക് ഭയങ്കര ക്രിസ്പിനെസ് ഉണ്ട്. ഇപ്പൊ നമുക്കിത് വറക്കാനും കറി വെക്കാനും ചക്ക പുഴുക്ക് വലിയ താല്പര്യമുള്ള ആളുകളുണ്ട്. പഴുത്തത് ഇപ്പൊ നമ്മൾ കഴിച്ചു. അപ്പൊ എല്ലാത്തിനും രുചികരമായിട്ടുള്ള ഒരു ഇനമാണ്. അപ്പൊ ഇത് നമുക്ക് അതും വലിയ ചക്ക 20.5 കിലോ തൂക്കം വരെ ഉണ്ടാവും. ആ മാതിരി അത്രയും വലിയ ചക്ക വരെ നമുക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർഷിക മേഖലയിലേക്ക് ഈ ഒരു ഇനം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. ചക്ക പ്ലാവ് കൃഷി തുടങ്ങുന്ന ആളുകൾക്ക് ഇത് ധൈര്യമായിട്ട് വെക്കാൻ. ചക്കര ചുളയ്ക്ക് ഒരു പോറലില്ല, നല്ല ഭംഗിയുള്ള ചുള, രുചിയുള്ള ചുള. അപ്പോൾ ചക്കയും ഒട്ടും മോശക്കാരനല്ല. പിന്നെ വേറെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ വരുമ്പോൾ നിറയെ താഴെയൊക്കെ നിറയെ ചക്കയുണ്ട് പല വീടുകളിലും, പക്ഷെ മുകളിലും മാത്രം. അത് ഇനങ്ങളനുസരിച്ചാണ്. ചക്കയുടെ ഇനങ്ങൾ, ഈ പ്ലാവിന്റെ ഇനങ്ങളനുസരിച്ചാണ് ചക്കകൾ ഇപ്പൊ ഞങ്ങക്ക് തൊട്ട് പുറകിലൊരു പ്ലാവിനുണ്ട്. അതിന്റെ ചക്ക വർഷക്കാലത്ത് വെള്ളം ഇറങ്ങില്ല. ജൂലൈ 4-ാം തീയതിയാണ്
ലോക ചക്ക ദിനം. ഇതിൻ്റെ മുകളിലുണ്ടായ ആദ്യ ചക്ക ഞങ്ങൾ മുറിച്ചെടുത്തത് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM ഷോബി അവറുകളും വേലൂർ കൃഷി ഓഫീസറും കൂടിയിട്ട് വന്നിട്ടാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ജൂലൈ 4-ാം തീയതി ലോക ചക്ക ദിനത്തിൻ്റെ അന്നാണ് ഇതിൻ്റെ മുകളിൽ ആദ്യത്തെ ചക്ക പഴുത്ത് കിട്ടിയത്. ആ ചക്ക ദിനം, ലോക ചക്ക ദിനം ഞങ്ങൾ ആഘോഷിച്ച് അവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷി ഓഫീസറും കൂടിയിട്ടാണ് ഞങ്ങൾ ചക്ക മുറിച്ചത്. അതിന് അങ്ങനെ വരെ ഒരു പ്രത്യേകതയുള്ള പ്ലാവാണത്. ഇത് പത്രങ്ങളിലൊക്കെ വാർത്ത വന്നാണ് അന്ന് ലോക ചക്ക ദിനത്തിന് ഞങ്ങൾ ചക്ക മുറിച്ചത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇനി ക്രെഡിബിലിറ്റി നമുക്ക് പറയാനില്ല. പിന്നെ വേറെ പ്ലാവ് അന്ന് ജൂലൈ 4 എന്ന് പറഞ്ഞാൽ നല്ല മഴ സമയമാണ്. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന സാക്ഷികളാണ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TM ഷോബി, അന്നത്തെ കൃഷി ഓഫീസറും. അപ്പോൾ ഒരു കൃഷി ഓഫീസറും ഒരു പഞ്ചായത്ത് പ്രസിഡന്റും കൂടി ജൂലൈ മാസം 4-ാം തീയതി നല്ല മഴക്കാലത്ത് വന്ന് ചക്ക മുറിച്ച്, പഴുത്ത ചക്ക മുറിച്ച് കഴിച്ചവരാണ്. അപ്പോൾ വർഷക്കാലത്തും ഈ പ്ലാവിൻ്റെ ചക്കയിൽ വെള്ളം ഇറങ്ങില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമുള്ള ചക്കയാണ്. അതിൻ്റെ ജാക്ക് ഫ്രൂട്ടാണ് ഇരിക്കുന്നത്. അല്ല, അതിപ്പോ നമുക്ക് പഴുത്ത് കിട്ടിയതേ പുതിയ ബാച്ച് ഇതേ ഉണ്ടാവണു. ഇതിന്റെ മുകളിൽ ചെറിയ ചക്ക കണ്ടാ മുകളിൽ നിൽക്കണു. 4.5 മാസം ഒരു ചക്ക മൂത്ത് പഴുക്കാനുള്ള സമയം. അപ്പോൾ 4.5 മാസം ഇടവിട്ടിട്ടാണ് ചക്ക പഴുത്തത്. ചക്ക കഴിക്കാൻ കൊതിയുണ്ടെങ്കിൽ അധികം നാൾ, ഒരു കൊല്ലം കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് അടുത്ത ബാച്ച് റെഡി ആയിട്ട് വരും അല്ലേ? ഇപ്പൊ ഈ ചക്ക കഴിഞ്ഞ വർഷം ഈ പ്ലാവ് കായ്ച്ചുള്ളൂ, ആദ്യമായിട്ട് കായ്ച്ചത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ അത്യാവശ്യം 3, 3, 5, 6, 6, 3, 9 ഒരു 10-15 ആക്കി ഇതിൻ്റെ മുകളിൽ നന്നായി നോക്കിയാൽ കാണാം. ചെറുതുണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പ്ലാവ് കായ്ക്കണേ. ഈ ചക്ക കഴിഞ്ഞ വർഷത്തിൽ ജൂലൈ 28-ാം തീയതി ആദ്യത്തെ ചക്ക കിട്ടി. ജൂലൈ മാസം 28-ാം തീയതി മഴക്കാലത്ത് തന്നെ. അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങണില്ല എന്നുള്ള ഒരു ഭാഗം. അതിനേക്കാൾ ഉപരി ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിൻ്റെ ചക്ക, പഴുത്ത ചക്ക ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്കിന് പൊടിഞ്ഞ് കിട്ടും. ഇപ്പം നമ്മൾ ചക്കകൾ കഴിച്ചു, അതേപോലെയല്ല, ശരിക്കും പൊടിയും, ചക്ക ചുള പൊടിയും, ശരിക്കും പൊടിയും. അപ്പോൾ ഇതിൻ്റെ ചക്ക, പഴുത്ത ചക്ക വളരെ സ്വീറ്റാണ്, നല്ല മധുരമാണ്. പക്ഷേ ഈ ചക്ക കഴിക്കണേക്കാൾ വ്യത്യാസമായിട്ട് ആപ്പിൾ കഴിക്കുന്ന പോലെ ഇങ്ങനെ പൊടിഞ്ഞ് കഴിക്കാം. അങ്ങനെ ഒരു പ്രത്യേകതയാണ്. ഇത് കുരുപാവി മുളപ്പിച്ച, കാരണം ഇത് ബെഡ് ചെയ്തല്ല, എൻ്റെ വേര് നിൽക്കണണ്ട, ഡയറക്റ്റ് വേരുമെന്നാണ്. ബെഡ് ചെയ്ത വേരിങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാണില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ വർഷം കൂടി ചക്ക കഴിച്ച് മാറ്റമൊന്നുമില്ല, നല്ല അതേ കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെ തന്നെയാണെങ്കിൽ ഇത് നമ്മൾ പുതുതായിട്ട് ഉൽപ്പാദിപ്പിക്കും, പുതിയ ബ്രാൻഡ്. അപ്പോൾ അതും ഇതിൻ്റെ പേര് ഇട്ടിട്ടില്ല. ഇത് നമുക്കൊരു പ്ലാവിൻ്റെ ചക്ക ഒരു 6 വർഷം കൊണ്ടാണ് ഇതുമാതിരി പ്ലാവ് ശരാശരി കാഴ്ച കിട്ടുക. കാഴ്ച കിട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ചക്ക കഴിക്കണം. ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിച്ചു നല്ല ചക്ക. ഈ വർഷം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രുചിയെക്കുറിച്ച് ഒരു ഏകദേശം ഒരു രൂപം കിട്ടി. നല്ലതാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ഉൽപ്പാദിപ്പിക്കും തൈകൾ. പുതിയ ഇതിപ്പോ നമ്മൾ കുരുപാവിട്ടാണെന്ന് പറഞ്ഞു, ഓൾറെഡി ഈ ഒരു ടേസ്റ്റിലുള്ള ചക്ക ഓൾറെഡി ഉള്ളതാണ്. ഇല്ല, ഇത് ചക്കക്കുരു പാവി മുളപ്പിച്ചാൽ ഒരിക്കലും അതാവില്ല. അത് അപൂർവം കിട്ടാം. സ്വാഭാവികമായിട്ട് കുരുപാവി മുളപ്പിച്ച ഒരു ഇനം നമുക്ക് കിട്ടും. ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ മോശമാവാം, ചിലപ്പോൾ വരിക്ക ചക്കയാവും, ചിലപ്പോൾ കൂഴച്ചക്ക ഓർ പഴച്ചക്കയാവാം. അത് നല്ലതാണെങ്കിൽ നമ്മളത് ഡെവലപ്പ് ചെയ്യും കേട്ടോ. ഈ ആയുർജാക്കിൽ വരുമ്പോൾ വേറൊരു പ്രത്യേകത, ഒരുപാട് സെലിബ്രിറ്റീസിന് വേണ്ടിയിട്ടുള്ള മരങ്ങൾ അതൊരു ഭാഗത്ത്. ഒപ്പം തന്നെ നമ്മൾ ലോകത്തിന് വലിയ അവരുടെ ഒരു സന്ദേശം കൊടുക്കുക. ഇപ്പോൾ പെലെ എന്ന് പറഞ്ഞ ഫുട്ബോളിന് ലോകത്തിന് വലിയ മാന്ത്രികനായിട്ടുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ലോക ഇതിഹാസം മാന്ത്രികനായ മറഡോണയുണ്ട്, ഫുട്ബോൾ മാന്ത്രികൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഫുട്ബോൾ ഇതിഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെലെ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരണം ഏറ്റവും അധികം നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ ചക്ക ഉണ്ടായി, ഞങ്ങൾ മുറിച്ചു കഴിച്ചു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ആളുടെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തെ മറന്നവർ പലരും ഇപ്പം ഉണ്ടാവാം. പക്ഷേ അദ്ദേഹത്തെ ആയുർജാക്ക് ഫാം ഒരിക്കലും മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പെലെയുടെ ഓർമ്മവരാണ് ഇത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചക്ക, ഇത് മുറിച്ചെടുത്ത ചക്കയുടെ ഞെട്ടാണ്. ഇതാ വീണ്ടും ചക്ക ഉണ്ടാവും. വീണ്ടും 1, 2, 3, 4. ഇത് അദ്ദേഹം 2022 ഡിസംബർ മാസം 22-ാം തീയതിയാണ് അദ്ദേഹം. അപ്പോൾ ഡിസംബറിൽ അദ്ദേഹം മരിച്ച്, 2022 മരിച്ച്. ഈ ഡിസംബർ 5-ാം തീയതി, കഴിഞ്ഞ ഡിസംബർ 5-ാം തീയതി ആദ്യ ചക്ക ഞങ്ങൾ ഫലം എടുത്തു, ലോക മണ്ണ് ദിനത്തിൻ്റെ അന്ന്.
ഇപ്പൊ വീണ്ടും അതിന്റെ മുകളിൽ ചക്ക വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഇതുപോലെ നമ്മള് ഒരുപാട് പേരുടെ ഓർമ്മ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഓർമ്മമാരാണ് നിൽക്കുന്നത്. മുൻ ഫിലിം ഡയറക്ടറായ സിദ്ദിഖ്. ഇവിടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവറുകളുണ്ട്. അതിന്റെ പുറകില് സുഷമ സ്വരാജ് ഉണ്ട്. ആ ലാസ്റ്റ് വൺ KM മാണി സാറുണ്ട്. ലാസ്റ്റ് അവിടെ ഒരു ബോർഡുണ്ട്. ഇപ്പുറത്ത് കോടിയേരി സഖാവുണ്ട്. അദ്ദേഹത്തിന്റെ കോടിയേരി അവറുകളൊക്കെ ഈ തോട്ടത്തിൽ വന്ന ആളാണ്. അതെ, ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുള്ള ഒരു പ്രത്യേകത. അതിന്റെ മൂന്നാമത്തെ പ്ലാവ് കോടിയേരി സഖാവിന്റെ ഓർമ്മമാരാണ്. ഇത് രാം ജഠ്മലാനി മുൻ നിയമമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ നട്ടുണ്ട്. ഇങ്ങനെ ഓർമ്മ മരം എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുടെ ഓർമ്മയ്ക്കുള്ളതും അത് കൂടാതെ നമ്മള് മമ്മൂട്ടി അവരെ ബർത്ത്ഡേ വിഷസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ഇപ്പൊ MT വാസുദേവൻ നായർ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മമാരം നിൽക്കുന്നു. ഇതാണ് മമ്മൂട്ടി മോഹൻലാൽ ബർത്ത്ഡേ അല്ലേ? അവരെ പിറന്നാളിന് വെച്ചതാണ്. അടുത്തടുത്ത് തന്നെ രണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ പ്ലാവ് കായ്ച്ചിട്ടില്ല, അത് കഴിഞ്ഞ പിറന്നാളിന് വെച്ചത്. ഈ ഒരു ഫാം തുടങ്ങിയത് ഞങ്ങൾ 2002-2003 കാലഘട്ടത്തിലാണ് ഇത് വാങ്ങിക്കുന്നത്. 2002 സ്ഥലം വാങ്ങി 2008 തൊട്ട് പ്ലാവ് കൃഷി ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങി. ഒരു 2015-16 ഫുൾ സ്വിംഗ് ആയിട്ട് തുടങ്ങുന്നത്. ഇതേപോലത്തെ ഒരു 4-5 സ്ഥലത്ത് ഞങ്ങൾക്ക് തോട്ടമുണ്ട്. പ്ലാവ് തന്നെ, പ്ലാവാണ് മെയിൻ. പിന്നെ റംബൂട്ടാനുണ്ട്, പിന്നെ എല്ലാം കൂടിയിട്ടുള്ള തോട്ടങ്ങൾ വേറെ ഉണ്ട്. നമ്മള് പ്ലാവ് എന്നുള്ളൊരു ഇതിലേക്ക് വരാൻ കാരണം എന്താ? PSC ജോലി കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് ആളാണല്ലോ. പ്ലാവിനോടുള്ളൊരു മനുഷ്യന്റെ ശരീരത്തിലെ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന കണ്ടന്റ് ഗ്ലൂട്ടൻ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്ക. അപ്പോൾ പ്ലാവ് നമുക്ക് ഇപ്പോൾ ഈ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചക്ക ഇവിടെ ഉണ്ടാവണം, ഇപ്പുറത്ത് നിൽക്കണം, ഇപ്പുറത്ത് നിൽക്കണം. ഇത് ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇപ്പം തന്നെ അത്യാവശ്യം ചക്കയുണ്ട്. ഇത് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാവും. കൊല്ലത്തിൽ 2 തവണ കായ്ക്കും ഈ പ്ലാവ്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഗ്ലൂട്ടൻ ഇല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്ക. 365 ദിവസം കിട്ടാനുള്ള സാഹചര്യം ആയുർജാക് ഫാമിലുണ്ട്. അതിനുള്ള ഒരു കൃഷി കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാവ് കൃഷി ചെയ്ത തോട്ടം ഈ തോട്ടം. അപ്പോൾ നമ്മളൊക്കെ മരിച്ചു പോണ്ടുവരും. പ്ലാവ് കൃഷിയെ കേരളത്തെ പരിചയപ്പെടുത്തിയ ആൾ അത് വർഗീസ് തരകനാണ്. ആദ്യമായിട്ട് കേരളത്തിൽ പ്ലാവ് കൃഷി ചെയ്ത ഒരാൾ എന്നുള്ള ആ പേര് നമ്മുടെ പേരിൽ തന്നെയാണ്. എല്ലാവരുടെ വീട്ടിലും ഒരു പ്ലാവ് ഉണ്ടായിരിക്കും പണ്ട് മുതലേ. പക്ഷെ പ്ലാവ് കൃഷി അല്ലെങ്കിൽ പ്ലാവിന്റെ തൈ വാങ്ങി കൊണ്ടുപോയി നടുക എന്നുള്ള രീതിയൊക്കെ തുടങ്ങിയത് ഇവിടെ നിന്ന് തന്നെയായിരിക്കും അല്ലേ? അപ്പം നമ്മൾ ഇവിടെ കാർഷിക മേഖലയിൽ ഒരു പുത്തൻ ആശയം സൃഷ്ടിച്ചു. ഇപ്പം ഞാനിവിടെ 2022 ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നു. ഖത്തർ വേൾഡ് കപ്പിൽ ആദ്യ കളിയിൽ സൗദി അറേബ്യ ജയിക്കുകയും ആ കളിയിൽ കപ്പ് വാങ്ങിയ അർജൻറ്റീന പരാജയപ്പെടുകയും ചെയ്തു ആദ്യത്തെ കളിയിൽ. അപ്പോൾ അർജൻറ്റീന ടീം മാനേജ്മെൻറ്റ് ഉടനെ ടീം യോഗം കൂടി കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വന്ന പ്രോബ്ലം കൊണ്ടാണ് ടീം തോറ്റതെന്ന് അവരുടെ ടീം മാനേജ്മെൻറ്റിലെ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം വരികയും അവർ ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അത് ഏതിലാണെന്ന് ചോദിച്ചപ്പോൾ ചക്കയിലാണ്. അപ്പോൾ ചക്ക കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചക്ക ഒരേ ബ്രാൻഡ് ചെയ്ത ചക്ക നമുക്ക് മണ്ണിൽ മുട്ടാതെ ഇതേമാതിരി പ്ലാവിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റുന്ന ചക്ക ഇവിടുന്ന്. അപ്പോൾ നമ്മുടെ ആയുർജാക് ഫാം ഇന്ത്യയിൽ കേരളത്തിൽ തൃശ്ശൂരുണ്ടെന്ന് പറഞ്ഞു. ഒരു വർഗീസ് തരകൻ എന്ന് പറഞ്ഞ ആൾ കൃഷി ചെയ്യണം. എന്നെ സമീപിക്കുകയും ഞാനാണ് അവർക്ക് 1000 കിലോ 1 ടൺ ചക്ക അന്ന് തന്നെ കയറ്റി വെച്ചത്. കോഴിക്കോട് എയർപോർട്ട് വഴിക്ക് ഇൻഡോഗ എക്സ്പോർട്ടേഴ്സാണ് എൻ്റെ അവിടെ നിന്ന് ചക്ക കൊണ്ടുപോയത്. അവർ കൂടുതൽ അതറിഞ്ഞ് മറ്റ് ടീമുകൾ ഈ ഫുട്ബോൾ ലോകകപ്പ് ടീമുകൾക്കൊക്കെ സ്പൈ വർക്ക് ഉണ്ടാവും. ആ ടീം എന്ത് ചെയ്യുന്നു, അപ്പുറത്തെ ടീം എന്ത് ചെയ്യുന്നു, ഇവരുടെ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കും. അപ്പോൾ അവർ ചക്ക കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ മറ്റു ടീമുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ 10000 കിലോ ചക്കയാണ് 2022 ലോകകപ്പിന് ആയുർജാക് ഫാമിൽ നിന്ന് കയറ്റി വെച്ചത്. 11 അംഗ ടീം അല്ലെങ്കിൽ 11 പേര് ഇന്ത്യയിൽ നിന്ന് കളിക്കാൻ എത്തിയില്ലെങ്കിലും നമ്മുടെ ചക്ക എല്ലാ ടീമുകൾക്കും കഴിക്കാൻ പറ്റും. അതെ, എല്ലാ ടീമുകാരും അത് കഴിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ വലിയൊരു എന്താ പറയാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. അത് ഹിന്ദു പത്രം അടക്കം അന്ന് കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഹിന്ദു വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ നിന്നുള്ള ചക്കയാണ് അവിടെ വരെ എത്തിയത് എന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് എനിക്ക് തന്നെ ഒരു ഗൂസ്ബംസ് വരുന്നുണ്ട്. മറഡോണ, നമ്മൾ ചക്കയുടെ പേര് പറഞ്ഞത് മറഡോണ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച പ്ലാവ്, അപ്പുറത്ത് പെലെ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച പ്ലാവ്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടംപോലെ തവണ കായ്ച്ചതാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ സയന്റിഫിക്കായിട്ട് ചെയ്യാണ്. ഇപ്പം നമുക്ക് ഒരു ചക്ക ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇത് രുചിച്ച് നോക്കിയിട്ട് നമുക്ക് പഴുത്തേക്ക മണത്ത് നമുക്ക് മണം കൊണ്ട് വരും. നേരെ മുറിക്കാം, എടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ അവിടെ നിന്ന് കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാവുന്ന രീതിയിലാണ്. അതെ,
ഇതിങ്ങനെ ഹൈറ്റ് കൂടി കൂടി പോകുന്ന പ്രശ്നമൊന്നും ഇല്ല. അത് നമുക്ക് ടോപ്പ് ഇപ്പോൾ ഇത് എത്ര കൊണ്ട് ഹൈറ്റ് ഉണ്ട്, ഒരു നോർമൽ ഹൈറ്റ് അല്ലേ ഉള്ളൂ. ഇല കണ്ട ഇല എന്ന് പിടിച്ചു നോക്കി അറിയാം. അപ്പോൾ ഇതൊരു പ്രത്യേകതയുള്ള ഇനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പല പല ഭാഗങ്ങളിൽ നിന്നും പല വെറൈറ്റി ചക്ക അങ്ങനെയില്ല, ഒരു ഭാവി മുളപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറെ വേറെ ഇനങ്ങൾ കിട്ടും. വരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്ലാവ് നിങ്ങൾക്ക് ഒരിക്കലും ആ പ്ലാവിൻ്റെ ഇലകൾ നോക്കി കഴിഞ്ഞ് പ്ലാവെന്ന് പറയാൻ പറ്റില്ല. തോന്നുന്നുണ്ടോ? അത് ഇവിടെ പ്ലാവിൻ്റെ തോട്ടായതുകൊണ്ട് പ്ലാവാന്ന് പറയാം. അത് പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതെ, ഇത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അവറുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഓർമ്മയായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ വെച്ച പ്ലാവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ വേണ്ടപ്പെട്ട നമുക്ക് ഹൃദയത്തിൽ അടുപ്പമുള്ള പലരും മരണപ്പെടുമ്പോൾ അവരുടെ പേരിൽ ഓർമ്മ, അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആരും ഓർക്കില്ല. കുറേ ആളുകൾ ഓർക്കില്ല, കുറച്ചൊക്കെ ആളുകൾ ഓർക്കാം. അപ്പോൾ അവരുടെ ഒരു സ്ഥിരമായിട്ട് അവരെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഓർമ്മ മരങ്ങൾ വയ്ക്കുന്നത്. അത് ചാന്ദ്രയാൻ 2, ഇത് ചാന്ദ്രയാൻ 3. ചാന്ദ്രയാൻ 2 2019 ജൂലൈ മാസം 22-ാം തീയതി 2:43 PM വിക്ഷേപിച്ചത്. സെയിം ടൈമിൽ സെയിം സെക്കൻഡിൽ വെച്ച പ്ലാവാണ് അത്. അതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ ചക്കയുണ്ടായി. അത് നമ്മൾ അതേമാതിരി അഗെയിൻ 2023 ജൂലൈ 14-ാം തീയതിയാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. അത് സക്സസ് ആയി, ഇവിടെയും സക്സസ് ആയി. അപ്പോൾ ആ ചാന്ദ്രയാൻ്റെ പേരിൽ വരെ നമ്മൾ ഒരു ഓർമ്മ മരം, അല്ലെങ്കിൽ ഓർമ്മ എന്നല്ല, ആ ചന്ദ്രയാൻ വിക്ഷേപിച്ച ആ വലിയ ദൗത്യത്തിന് വേണ്ടി നമ്മൾ അതിനൊരു സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുണ്ട് എന്നുള്ള. അത് നമ്മൾ ചന്ദ്രയാൻ 2 ചന്ദ്രയാൻ 3 ഒക്കെ മറന്നുപോയി തുടങ്ങി. അതെ, ആ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ആവേശം പലപ്പോഴും നമ്മൾ അത് കഴിഞ്ഞാൽ വിട്ടുപോകാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവിടേക്ക് എത്തുകയാണ്. നമുക്ക് ആയുർ ജാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയെ കുറിച്ച് അല്ലെങ്കിൽ മറ്റ് പ്ലാന്റ്സിനെ കുറിച്ച് ഉള്ള അറിവ് മാത്രമല്ല, ഒരുപാട് മറ്റ് ഇൻഫർമേഷൻ കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ വിക്ഷേപിച്ച തീയതി, ഇതുപോലെ ഓരോരോ ആളുകളുടെയും പേരിലുള്ള മരം വെക്കുമ്പോൾ അതിന് അടിയിൽ അവരുടെ ജനിച്ച ദിവസം, മരിച്ച ദിവസം ഒക്കെ രേഖപ്പെടുത്തി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവരെയൊക്കെ ഓർക്കാനും അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനും കൂടെ ഉള്ള ഒരു അവസരം കൂടെ ഒരുക്കുന്നുണ്ട് ആയുർ ജാക്ക്. ഇത് മുൻ മന്ത്രി ആര്യാട മുഹമ്മദ്, അദ്ദേഹം 2022 മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലും നമ്മൾ ഒരു പ്ലാവ് വെച്ചു. എനിക്ക് വളരെ അടുപ്പമുള്ളൊരു സുഹൃത്തായിരുന്നു, അടുപ്പുണ്ടായിരുന്നു അദ്ദേഹമായിട്ട്. കൂട്ടത്തിൽ അവരൊക്കെ ഈ കൃഷിക്കാരെ വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഒരു കൃഷിത്തോട്ടത്തിൽ കൃഷിക്കാരെ ബഹുമാനിക്കുന്ന മുൻകാലങ്ങളിലെ മന്ത്രി അല്ലെങ്കിൽ വലിയ പദവി സ്വീകരിച്ച എന്നാൽ കൃഷിയോടുകൂടി ഇണങ്ങി നടന്നിരുന്ന ആ വ്യക്തിത്വങ്ങളെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്ലാവ് വെച്ച. ഒരുപാട് ചക്ക അതിൻ്റെ മുകളിലുണ്ടായി, മുറിച്ചു, നമ്മൾ കഴിച്ചു. ഇപ്പോൾ ഇനി വീണ്ടും ചക്ക ഇതിപ്പോൾ പൊട്ടി വരും. ഇതിപ്പോൾ മുറിച്ചെടുത്ത ഞെട്ടുകളാണ് കാണുന്നത്. നമ്മളിവിടെ വരുന്ന സമയത്ത് 5 ഏക്കർ സ്ഥലമാണ് മൊത്തം അല്ലേ? അതിങ്ങനെ തട്ടായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ജലസേചനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ മഴ പെയ്യുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സെൻട്രൽ വാട്ടർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 1 സെന്റ് സ്ഥലത്ത് വന്നു വീഴുന്ന മഴവെള്ളത്തിന്റെ അളവ് 1,20,000 ലിറ്ററാണ്. ഈ 5 ഏക്കറുള്ള സ്ഥലത്ത് 6 കോടി ലിറ്റർ മഴവെള്ളം വന്ന് പതിക്കും. 6 കോടി ലിറ്റർ മഴവെള്ളം വന്ന് പതിക്കുമ്പോൾ അത് മുഴുവൻ ഒലിച്ചു പോകുമായിരുന്നു പതിവ്. അതിവിടെ ഭൂമിയിലേക്ക് തട്ടായിട്ട് തിരിച്ച് ഇറക്കിയപ്പോൾ ആ വെള്ളം മുഴുവൻ ഞങ്ങൾക്കും ഞങ്ങളുടെ താഴെയുള്ള 35 വീട്ടുകാർക്ക്, ഇവിടെ താഴെ നെതർലൻഡുകാരാണ് ഒരു ബോർവെല്ല് കുഴിച്ച് 95 ആളുകൾക്ക് വെള്ളം കൊടുത്തത്. അത്രയും വെള്ളമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ഈ വാട്ടർ മാനേജ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ 35 വീട്ടുകാർക്കും മറ്റൊരു 50ഓളം ഏക്കർ കൃഷിഭൂമിയിലേക്ക് വേണ്ട വെള്ളമായി. വാട്ടർ ടേബിൾ ഉയർന്നു. അത് വളരെ ഒതൻറ്റിക്കായിട്ട് നമുക്ക് പറയാം, അത് വളരെ ഗമയോട് കൂടിയിട്ട് തന്നെ പറയാം, ജനങ്ങൾക്ക് ആവശ്യമുള്ള ഈ പ്രദേശത്തെ ആളുകൾക്ക് മുഴുവൻ വെള്ളം കുടിക്കാൻ കൊടുക്കാൻ പറ്റിയെന്നുള്ളത് ശരിക്കും മാതൃകയാക്കാവുന്ന, എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടി. അത് മാത്രമല്ല, IIT റൂർക്കിയിൽ വാട്ടർ മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. ആ വാട്ടർ മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് IITയിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ലെസൺ ഈ കുറുമാൽ കുന്നിൽ ആയുർ ജാക്ക് ഫാമിലെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ബാലൻസിംഗ് സിസ്റ്റം എന്ന് ഞാൻ പേരിട്ടിരുന്ന സിസ്റ്റമാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അതെ, കേരള ഗവൺമെന്റിന്റെ ഷോണിമിത്ര അവാർഡ് കിട്ടി 2018. 2015 പ്രഥമ ജല കോൺഗ്രസ് അവാർഡ് തിരുവനന്തപുരം കനാക്കുന്ന് കൊട്ടാര ക്യാമ്പസിലെ ഫെഡറൽ ബാങ്കും മലയാള മനോരമയും ഗവൺമെന്റ് സഹകരണത്തോടുകൂടി നടത്തിയ ആ പ്രഥമ ജല കോൺഗ്രസിന്റെ പ്രഥമ അവാർഡ് വാങ്ങിയ തോട്ടാണത്. 1. 2 2018 നേരത്തെ പറഞ്ഞ ഷോണിമിത്ര. 3 2021 IIT മദ്രാസിൽ അവിടെ ലോക ജലദിനം മാർച്ച് 22. ആ ലോക ജലദിനത്തിന് ഇന്റർനാഷണൽ വാട്ടർ ഡേ സെമിനാർ നടത്തി IIT മദ്രാസിൽ. ഈ തോട്ടത്തിൻ്റെ കൃഷിരീതിയാണ് IIT മദ്രാസിലെ
ഉദ്ഘാടകനായിട്ട് എന്നെ ക്ഷണിച്ച് ഞാനാണ് ഉദ്ഘാടനം നടത്തിയത് 2021. 2022 എഗെയിൻ മാർച്ച് 22 ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടമാണത്. UN-ൻ്റെ ഇൻ്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ്, അതേമാതിരി IWA ഇൻ്റർനാഷണൽ വാട്ടർ അസോസിയേഷൻ, ടെറി ദി എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെയൊക്കെ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയ കുറുമാൽ കുന്നിലെ ഐർജാക്ക് ഫാം വന്ന് കാണുക. പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊന്ന് വന്ന് കാണണം, ഇത് കണ്ട് പഠിക്കുക. നിങ്ങൾക്ക് തൈ വാങ്ങണോ വേണ്ട എന്നുള്ളതല്ല, കൃഷി എങ്ങനെ ചെരിവുള്ള ഭൂമിയിൽ, ഇപ്പോൾ കേരളത്തിൽ 2018 തൊട്ട് ഉരുൾപൊട്ടലും പ്രളയം സ്ഥിരമായിട്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാവുക. ഇത് ഇന്ന് ഞാൻ അനൗൺസ് ചെയ്യണം, ഇന്ന് ഈ മാർച്ച് മാസം 6-ാം തീയതി, ഈ മാർച്ച് മാസം 6-ാം തീയതി വർഗീസ് തരകൻ ഇന്നിപ്പോൾ സമയം 5:45 മണിക്ക് അനൗൺസ് ചെയ്യണം. നിങ്ങളൊരു ചാനൽ സംവിധാനമുള്ള ആളുകളാണ്, നിങ്ങളുടെ ചാനലിൽ ഇത് പ്രേക്ഷകർ കാണുമ്പോൾ മാർച്ച് 6-ാം തീയതി 5:45 മണിക്ക് കുറുമാൽ കുന്നിലെ ഐർജാക്ക് ഫാമിൽ നിന്ന് വർഗീസ് തരകൻ പറയണു, ഈ വർഷം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും. വലിയ ചൂട് 42 ഡിഗ്രി എന്നുള്ളത് 45 ഡിഗ്രി വരെ ചൂട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വലിയ ചൂട് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാഷ്പീകരണം നടക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വർഷം കാലവർഷം വളരെ ശക്തിയാവും. കണ്ടിന്യൂസ് കാലവർഷം വന്നാൽ കേരളത്തിലെ വയനാട്, ഇടുക്കി, കണ്ണൂർ, മലപ്പുറം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ പല സ്ഥലത്തും ഉരുൾപൊട്ടലുണ്ടാവും. ഉരുൾപൊട്ടലുണ്ടാവുന്നത് നമുക്ക് നാവിൻ്റെ തുമ്പത്ത് കറുപ്പ് കുത്തു വന്നാൽ കരിനാവ് ഉണ്ടെന്നൊക്കെ പറയും പല ആളുകൾ. അങ്ങനെ കരിനാവ് കൊണ്ട് പറയുന്നത് ശാസ്ത്രീയമായിട്ട് അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഈ വർഷം ഡെഫിനറ്റ്ലി മഴ കൂടും. കണ്ടിന്യൂസ് മഴ വന്നാൽ ഈ വർഷം ഉരുൾപൊട്ടും ഉണ്ടാവും എന്നത് ഇപ്പോൾ ഈ ചാനലിൽ പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം ഇതിന് നമ്മൾ കാലാവസ്ഥയെ തിരിച്ചു പിടിക്കാൻ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഫോറസ്റ്റ് ഭൂമി എവിടെയുണ്ടോ, കേരളത്തിലെ ഫോറസ്റ്റ് ഭൂമിയുടെ തൊട്ട് താഴെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ അവിടെയാണ് ഉരുൾപൊട്ടലുണ്ടാവുക. കുറച്ച് മനുഷ്യൻ്റെ ഇടപെടൽ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവാം. അവിടെ ഈ ഉരുൾപൊട്ടൽ ഇല്ലാതിരിക്കണമെങ്കിൽ അതിനും കൂടിയുള്ള പ്രതിവിധി നമ്മൾ പറഞ്ഞു വയ്ക്കുകയാണ്. ഉരുൾപൊട്ടൽ കേരളത്തിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ഫോറസ്റ്റ് ഭൂമിയുടെ തൊട്ട് താഴെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുള്ള സ്ഥലത്ത് അതിൻ്റെ മുകളിൽ നിന്ന് ഫോറസ്റ്റ് ഭൂമിയിൽ നിന്ന് ഒലിച്ചു വരുന്ന നീർച്ചാലുകൾ വേനൽക്കാലത്ത് ഫോറസ്റ്റ് വാച്ചർമാരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അവിടുത്തെ ത്രിതല പഞ്ചായത്തിൻ്റെ സംവിധാനമൊക്കെ ഉപയോഗിച്ച് ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് തലത്തിൽ, സാധാരണക്കാർ ഫോറസ്റ്റിൽ പോകാൻ പാടില്ല, നിയമം അനുവദിക്കില്ല. അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെ ഈ ഫോറസ്റ്റ് വാച്ചർമാരെയും മറ്റു ആളുകളെയും ഉദ്യോഗസ്ഥരെയും അവരുടെ ഡയറക്ഷനിൽ കൊണ്ടുപോയി ഫോറസ്റ്റ് ഭൂമിയിൽ നിന്ന് ഒലിച്ചു വരുന്ന നീർച്ചാലുകളിൽ തടഞ്ഞു നിൽക്കുന്ന കല്ലുകളുണ്ടാവും, അത് എടുത്തു മാറ്റണം. അവിടെ മരക്കുറ്റികൾ പൊട്ടി വീണുണ്ടാവാം, മരങ്ങൾ ഒടിഞ്ഞു വീണിട്ട് ആ നീർച്ചാലുകൾ തടഞ്ഞു നിൽക്കുന്നുണ്ടാവും, അതിൻ്റെ ആ മരങ്ങൾ എടുത്തു മാറ്റുക. കല്ലുകളുണ്ടെങ്കിൽ എടുത്തു മാറ്റുക. ഇല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാലാണെങ്കിൽ ഇങ്ങനെ മരം വന്ന് വീഴാണെങ്കിൽ ഈ കല്ലുകൾ ഉരുണ്ട് വന്നാൽ അവിടെ ബ്ലോക്കാവും. ഒപ്പം തന്നെ ഈ കാട്ടിൽ നിന്ന് പറന്നു വരുന്ന ഇലകൾ ഈ മരത്തിൻ്റെ ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ വന്ന് ജാമായി നിന്ന് ആദ്യത്തെ മഴയോ രണ്ടാമത്തെ മഴയോ വന്നു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഇലകൾ മുഴുവൻ ചീഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ചെയ്ത മാതിരി സ്വാഭാവിക അണക്കെട്ട് പോലെ ഉണ്ടാവും. വെള്ളം ഭയങ്കര ശക്തിയില്ലേ, ഇപ്പോൾ വെയിൽ കൂടി കഴിഞ്ഞാൽ മഴ കൂടും, മഴ കൂടിയ ശക്തിയിൽ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ച് മഴ പെയ്താൽ ആ ഭാഗത്ത് ഉരുൾപൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ നീർച്ചാലുകൾ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ 2025 കേരളത്തിൽ പല സ്ഥലത്തും ഉരുൾപൊട്ടും. അത് വർഗീസ് തരകൻ പറഞ്ഞു വയ്ക്കുകയാണ് നിങ്ങളുടെ ചാനലിലൂടെ ഈ എന്താ പറയുക മാർച്ച് മാസം 6-ാം തീയതി 5:45 മണിക്ക്. അത് ഇവിടെ ഇത് അടിവരയിട്ട് കിടക്കട്ടെ. ഞാൻ ഒരു ജ്യോത്സ്യനല്ല, പക്ക ഒരു കൃഷിക്കാരനാണ്. സയൻറ്റിഫിക്കായിട്ട് നമുക്ക് പഠിക്കാം. ഇത് കഴിഞ്ഞ 2018 തൊട്ട് കേരളത്തിൽ കണ്ടുവരുന്ന കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അതിൻ്റെ കാലങ്ങളായിട്ടുള്ള പഠിപ്പ് കൊണ്ട് അല്ലെങ്കിൽ ആ ശ്രദ്ധ കൊണ്ട് മാത്രം പറയുന്നതാണ്. ഇത് വളരെ ഗൗരവമായിട്ട് അധികാരികൾ ശ്രദ്ധിക്കണം. ഫോറസ്റ്റ് ഭൂമിയിലുള്ള നീർച്ചാലുകൾ, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയുടെ മുകളിലുള്ള നീർച്ചാലുകൾ എല്ലാം തന്നെ ക്ലീനാക്കണം. ഒരു കാര്യം കൊണ്ട് ഈ കേരളത്തിൽ 44 നദികളുണ്ട്. ഈ നദികളെല്ലാം മട്ട്, മണൽ, ചളി, മരക്കാടുകളൊക്കെ നീക്കം ചെയ്ത് നദികളുടെ സ്വാഭാവിക ഒഴുക്കിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നിയന്ത്രിക്കാവുന്നത് സ്വാഭാവിക ഒഴുക്കിനെ അനുവദിക്കണം. അത് ഈ മട്ട്, മണൽ, ചളി, മരക്കാടൊക്കെ എടുത്തു മാറ്റുക. എന്നിട്ട് സ്വാഭാവിക ഒഴുക്ക് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ഇനിയും കേരളത്തിൽ പ്രളയം ഉണ്ടാവും, വരൾച്ചയുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ കുറച്ചുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ അതെ 100% നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് സ്വയം സംരക്ഷണം കിട്ടും. അതിൽ ഞാനും ഉത്തരവാദിയാണ്.
എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം അതിനെ കുറിച്ച് ചിന്തിക്കാതെ മലയാളികളുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷയം അപകടം വന്നാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അപകടം വന്നു കഴിയണ വരെ നമ്മൾ ശ്രദ്ധിക്കില്ല. അപകടം വന്നാലാണ് നമ്മൾ കണ്ണു തുറക്കുക. എനിക്ക് മലയാളി സമൂഹത്തിനോട് എന്നോടടക്കം പറയാനുള്ളത്, അപകടം വരുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാനുള്ള മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ മാർച്ച് മാസമാണ്, അപ്പോൾ ആളുകൾ ഇവിടെ തൈയൊക്കെ വാങ്ങാൻ വരുന്നവർക്ക് ഇങ്ങനെ ഈ ഒരു സീസൺ പറ്റിയതാണോ, അല്ലെങ്കിൽ നമ്മളൊരു പ്ലാവ് വെക്കാനായിട്ട് അത് വെക്കാം. ചെറിയൊരു നനവ് കൊടുത്താൽ മതി. പ്ലാവിന് വളരെ കുറച്ച് വെള്ളമുണ്ട്. ഏത് സീസണിലാണെങ്കിലും നമുക്ക് 365 ദിവസം തൈകൾ വെക്കാം. പക്ഷേ വേനൽക്കാലത്താണെങ്കിൽ ചെറുതായിട്ട് നനയ്ക്കണം. പിന്നെ നമ്മൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇതിന്റെ ഡയറക്ഷൻ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഇന്ന പോലെ നടണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ പപ്പായ തോട്ടം. ഞാൻ നിങ്ങൾ നേരത്തെ വന്നപ്പോൾ തൈകൾ കാണിച്ച സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞു, പഴുത്ത പപ്പായ ചെടിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ പൊട്ടിച്ച് അത് കാണാം. പഴുത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ പപ്പായ തോട്ടത്തിൽ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളുടെ കണ്ണിൽ കാണാണ് പപ്പായ പഴുത്ത് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നല്ല വലിയൊരു പപ്പായ. ഇതിലിങ്ങനെ ഹൈറ്റ് കുറവില്ല. നമുക്ക് ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടെല്ലാം പറിച്ചെടുക്കാന്നുള്ളതാണ്. പപ്പായയുടെ തൈകള് നമ്മളിവിടെ വരുന്നവർക്ക് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. പപ്പായയുടെ തൈ, എല്ലാത്തിൻ്റെ തൈ എല്ലാം നമ്മൾ നട്ടുപിടിപ്പിച്ച് അതിന്ന് ഞങ്ങൾ വിത്തെടുത്ത് പാവി മുളപ്പിച്ച്, പ്ലാവ് മാവൊക്കെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ബെഡ് ചെയ്തിട്ടും തയ്യാറാക്കണം. പപ്പായയുടെ കുരുഭാവി ഇതേമാതിരത്തെ വളരെ ക്വാളിറ്റിയുള്ള പപ്പായ. ഇപ്പോൾ പപ്പായ അത്യാവശ്യം തൂക്കും വലുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ തയ്യ് നല്ല മൂത്ത് പഴുത്ത നല്ല വലുപ്പമുള്ള നല്ല നമുക്ക് ഇതിൻ്റെ സീഡ് എടുത്താൽ ഒരാൾക്ക് തൈ മുളപ്പിച്ച് കൊടുത്താൽ അത് ഗുണം ഉണ്ടാവുന്ന ഉറപ്പ് വന്ന ആ സീഡാണ് ഞങ്ങൾ മുളപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നെല്ലാം നമ്മൾ എടുക്കില്ല. അപ്പോൾ ഈ പപ്പായരെ എടുക്കാം, ഇതെടുക്കാം. ഇതിൻ്റെ മുകളിലേക്കുള്ള നമ്മൾ എടുക്കില്ല. നല്ല നമുക്ക് ഉറപ്പ്. അപ്പൊ അതാണ് ശേഷിയുള്ള കുരു. നല്ല വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ പറയുന്ന പോലെ ആ വിത്ത് ഗുണമുള്ള വിത്ത് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ അത് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ നിറയെ പപ്പക്കായ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ മുകളിൽ പപ്പക്കായ കാണാം നമുക്ക്. ഇതെല്ലാം സെയിം തന്നെയാണോ? ഇതിലെ ഷേപ്പിൽ മാറ്റമുണ്ട്. ഒരു കാണുന്ന സമയത്ത് ശരിക്കും ഒരു മത്തങ്ങ പോലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു വലിയൊരു ഷേപ്പിലുള്ള റൗണ്ട് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു പപ്പായാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ട് കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുക. അതെ, പപ്പായ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പായ വാങ്ങി കൊണ്ടുപോകല്ല, കഴിച്ച് ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങി കൊണ്ടുപോകാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങളുടെ പപ്പക്കായ, പഴുത്ത പപ്പക്കായ നിങ്ങൾ കണ്ടു. തോട്ടത്തിൽ വെച്ച് മുറിച്ച് കഴിഞ്ഞിട്ട് അതിന് തോല് ചെത്തി തൂക്കം നോക്കി 2,450 ഉണ്ടായി. ഒരു പപ്പക്കായ തോല് ചെത്തി കളഞ്ഞിട്ട് തൂക്കണം 2,450. അപ്പോൾ അതിൻ്റെ കളറ് നമുക്ക് കാണാം. നല്ല തിക്കായിട്ടുള്ള പപ്പക്കായാണ്, തിക്ക് ഉള്ളിൽ. ഇനി മുറിച്ച് ഒരു പീസ് എടുത്തേ. കഴിച്ചു നോക്കും. കഴിച്ചിട്ട് അഭിപ്രായം പറയാം. എന്ത് വലിപ്പാണ് ഓരോ പീസിന്റെ. വായിലൊക്കെ തന്നെ ഇങ്ങനെ അലിഞ്ഞു പോണ പോലെ ഉണ്ട്. നല്ല കളറും കണ്ടോ, ഇതിന്റെ കളറ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണല്ലേ. നല്ല മധുരവും ഉണ്ട്. നല്ല എന്താ പറയാ, നല്ല ഇങ്ങനെ ഒലിച്ചു വരുന്ന പോലെ നല്ല അത്രയും ടേസ്റ്റ് ആണ്. വിത്ത് മുതൽ അതിന്റെ ഫലം വരെ ഇവിടെ റെഡിയാണ് എന്ന് പറയുന്നതിന്റെ ഒരു തോട്ടാണ് ഇവിടെ. കുറെ ചെറിയ പ്ലാന്റ്സ് ആണ്. നമ്മൾ തൈകൾ ഉണ്ടാക്കണം വിത്ത് മുതൽ വിപണി വരെ എന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇപ്പോൾ ഇതൊരു പേര ചെടിയാണ്.
ഇതിൽ നോക്കൂ കായ ഉണ്ടായി ആ കായതാ ഇപ്പൊ തന്നെ അതില് 1, 2, 3 കായൊക്കെ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഇനങ്ങളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നമുക്ക് കാണാം. ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ തൈ മുതൽ അത് കുരുപാവി മുളപ്പിച്ച് അതിൻ്റെ പൂർണ്ണതയിലെത്തി കായ് ഉണ്ടായി നിൽക്കുന്ന അവസ്ഥ വരെ നമുക്കിവിടെ കാണാം. ഇതിപ്പോൾ ഇത് ബ്ലാക്ക് മാംഗോ എന്ന് പറയും. അതിന്റെ ഇല തന്നെ ഡിഫറൻസ് ഉണ്ടല്ലേ? ബ്ലാക്ക് മാംഗോ ഇതിന്റെ മാങ്ങയും കറുത്ത മാങ്ങ കണ്ടിരുന്നു. അതല്ല ഇത് എൻ്റെ ആയിട്ടില്ല, ഇത് കായ്ക്കുന്നുള്ളൂ. ഇത് കറുത്ത മാങ്ങയും കറുത്ത തന്നെയാണ്. നമ്മള് റെഡ് മാംഗോ റെഡ് മാംഗോ അത് അവിടെയുണ്ട്, നമ്മുടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കുരുപാവി മുളപ്പിക്കുന്ന ചക്ക ചുള. അപ്പോൾ ഇങ്ങനെ കുരുപാവി മുളപ്പിക്കുമ്പോൾ ഇതിൽ വ്യത്യസ്തങ്ങളായിട്ട് നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഇനങ്ങൾ നിങ്ങൾക്ക് കിട്ടാന്ന്. അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ഇതൊക്കെ പച്ചലയാ, ഇത് കളർ മാറി. അതെന്തുകൊണ്ടാ? അത് ഒന്ന് ഹരിതകത്തിൻ്റെ വ്യത്യാസം വരും, പിന്നെ ഇനങ്ങളിലും വ്യത്യാസം വരും. ഇപ്പോൾ എല്ലാ ഇലകളും ഒരേമാതിരി അല്ല ഇതിലത്തെ, പല തരം ഇലകൾ അത് ഒബ്സർവ് ചെയ്ത് അത് വലുതായി അത് നമ്മൾ നട്ട് പിടിപ്പിച്ച് അതിൽ മാറ്റങ്ങൾ വരുന്നത് ഉറപ്പുള്ള ഇലകളുള്ള പ്ലാവിനെ നമ്മൾ വേറെ വെച്ച് പിടിപ്പിച്ച് അതിൽ ചക്കയാകുമ്പോഴാണ് അത് ഡെവലപ്പ് ചെയ്യുക. ഇത് പല ടൈപ്പിലുള്ള ചക്ക ഇതൊക്കെ ഓരോ ഇനങ്ങളാണ്. ഇതിപ്പോ ചുമന്ന ചുള, ഇതിപ്പോ ചുമന്ന ചുള ഉണ്ടാവണത് അത് ആയുർജാക്ക്, അപ്പുറത്തെ സാധാരണ കുരുപാവി മുളപ്പിച്ചത്. അങ്ങനെ ഒരുപാട് ഇപ്പൊ 65 ഇനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് വളരെ വ്യത്യസ്തത. മാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് മാവില്. ഇതാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന മാങ്ങ, നാംഡോക്മായി ഗോൾഡ്. ഇതാ അധികം പുളിപ്പില്ലാത്ത ബെസ്റ്റ് മാങ്ങ, നല്ല വലിപ്പുണ്ടാവും, നല്ല മാങ്ങ. അപ്പോൾ ഈ നമുക്ക് മാങ്ങ അടക്കം തൈ വേണം എന്നുണ്ടെങ്കിൽ നാംഡോക്മായി മാത്രമല്ല ഞങ്ങൾക്ക് 42 ഇനം മാവിനങ്ങളുണ്ട്. അപ്പം നമുക്ക് നേരിട്ട് കാണാം. ഇപ്പൊ ഒരു മാവല്ല, ഇപ്പൊ അതേ പൂട്ട് നിൽക്കണു, ഇതിൽ പൂട്ട് നിൽക്കണു, ഇതിൽ പൂട്ട് നിൽക്കണു, ഇതിൽ മാങ്ങ ഉണ്ടാവണു. ദേ കണ്ട കണ്ട നിറയെ മാങ്ങ ഉണ്ട് അതില്. അപ്പൊ നമ്മളത് വെറുതെ പറച്ചിലല്ല, അത് നേരിട്ട് ബോധ്യപ്പെടാം. അതായത് കണ്ട് നമുക്ക് മാങ്ങ കണ്ട് കൈ വാങ്ങി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് താമര ചക്ക, താമരച്ചക്ക പഴയ കാലത്ത് ഉരുണ്ട ബോൾ പോലെ, അതിന്റെ ഇലകൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. താമര ചക്ക. അപ്പൊ അങ്ങനെ ഒരുപാട് ഇനങ്ങൾ. അപ്പൊ നമ്മളിങ്ങനെ ഇനങ്ങൾ ഡെവലപ്പ് ചെയ്യലാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്, എല്ലാ സാധനങ്ങളും. നമ്മുടെ ആയുർജാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഒരുപാട് ആളുകൾ. ഇപ്പൊ നമുക്ക് മന്ത്രിമാരുടെ തലത്തിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിമന്ത്രി പി പ്രസാദ്, മുൻ മന്ത്രി ആന്റണി രാജു, മുൻ മന്ത്രി തോമസ് ഐസക് സാറ്, മുൻ ആഭ്യന്തരമന്ത്രി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി കോടിയേരി ബാലകൃഷ്ണ അവറുകൾ, അത് റോഷി എസ് സി മിനിസ്റ്റർ, എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അദ്ദേഹം, ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. അപ്പോൾ അദ്ദേഹം, പിന്നെ നമുക്ക് MA ബേബി സാറ്, അങ്ങനെ തുടങ്ങി ജോൺ ബ്രിട്ടാസ്, നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP, PJ ജോസഫ് സാറ് MLA, മുൻ മിനിസ്റ്റർ, ജോസ് കെ മാണി MP. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NK പ്രേമേന്ദ്രൻ MP, അങ്ങനെ നമുക്ക് ഇപ്പോൾ P ബാലേന്ദ്രൻ തൃശ്ശൂർ MLA, അതേപോലെ നമ്മുടെ ET ടൈസൺ മാഷ് കയ്പമംഗലം MLA ഒരു കുന്ന് കാസർഗോഡ് തൊട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഇഷ്ടംപോലെ വരുന്നു. ഒരുപാട് IAS കാർ, IPS കാർ, ജഡ്ജസ്, അവരൊക്കെ ഇത് വന്ന് കാണുക, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളും ഉണ്ടായപ്പോൾ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, അഡ്ലേഡ് യൂണിവേഴ്സിറ്റിയിലെ HOD, ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലൊന്നാണ് അഡ്ലേഡ് യൂണിവേഴ്സിറ്റി, അവരുടെ HOD ഡോക്ടർ ജോർജിന ഡ്രൂ, BBC-യുടെ ചീഫ് റിപ്പോർട്ടർ ഹെലൻ പാമർ. അപ്പോൾ നിങ്ങളൊരു ചാനലിൻ്റെ അവതാരിക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പോലെ തന്നെ BBC-യുടെ ചീഫ് റിപ്പോർട്ടറായിരുന്ന ഹെലൻ പാമർ, അവർ വരെ ഇവിടെ വന്ന് നമ്മുടെ തോട്ടം സന്ദർശിച്ചു. അപ്പോൾ ഇനി ഇതിനേക്കാൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതേമാതിരി ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു പത്രം തുടങ്ങിയ എല്ലാ മാധ്യമങ്ങളും, ലോകമാധ്യമ വ്യൂമാരിലെ ഏജൻസി ഫ്രാൻസ് പ്രസ്, അവരടക്കം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തോട്ടം. ഒരു സെലിബ്രിറ്റി തോട്ടം എന്ന് പറയുകയാണെങ്കിൽ അല്ല, അത് വളരെ സയന്റിഫിക് ആണല്ലോ, നമുക്ക് നേരിട്ട് കാണുകയും ചെയ്യാലോ. അപ്പൊ നമ്മൾ ഇവിടെ കാണുന്ന, ഇവിടെ നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു, ഇത് കാണുന്നു, ഇത് എത്രമാത്രം മനോഹരമായിട്ടാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊന്നും വളരെ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്, അത്രയും ക്ലീൻ ആണ് ഇവിടെ എല്ലാ ഏരിയയും നോക്കിക്കഴിഞ്ഞാൽ. അതിലെ ഒരു തരം കോംപ്രമൈസും നമ്മൾ ഇവിടെ ചെയ്യില്ല, വളരെ ശാസ്ത്രീയമായി ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് തോട്ടം കൊണ്ടുപോകുന്നത്.
ഇത് ചക്ക ഇവിടെ വരുന്നവർക്ക് ചക്ക കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചക്ക കഴിക്കാനായിട്ടൊക്കെ ആളുകൾ വരാറുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ തൈ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് മുഴുവൻ ചക്ക കഴിക്കാൻ കൊടുക്കാമല്ലോ. ഇതൊക്കെ നമ്മൾ മഞ്ഞൾ തയ്യാറാക്കിയത്, ഇപ്പൊ മഞ്ഞളിന്റെ വിളവെടുപ്പ്, പൈനാപ്പിൾ വരെ ഞങ്ങൾ അത് എക്സ്പെരിമെന്റ് നടത്താണ്. റെഡ് കളർ പൈനാപ്പിൾ. ഇപ്പൊ ഇത് അബിയു എന്ന് പറയുന്ന ഫ്രൂട്ടാണത്. അബിയു. ഞാൻ ഇവിടേക്ക് വന്നത് ഇപ്പൊ നമ്മുടെ റംബുട്ടാന്റെ മദർ പ്ലാന്റ് കാണും. റംബുട്ടാൻ കായ്ച്ചു നിൽക്കുന്നതാണ് ഇത് മുഴുവൻ. അപ്പൊ റംബുട്ടാന്റെ കായുള്ള റംബുട്ടാൻ നല്ല ക്വാളിറ്റിയുള്ള, അപ്പൊ അതിന്റെ ഇഷ്ടംപോലെ തൈകള് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വിപണനം നടത്തുന്നുണ്ട്. ഇത് മുഴുവൻ റംബുട്ടാൻ കായ്ച്ചു നിൽക്കുകയാണ്. റംബുട്ടാന് മാത്രമായിട്ട് നമുക്ക് തോട്ടമുണ്ട് വേറെ സ്ഥലത്തുണ്ട്. ഇനിയിപ്പോ ആവശ്യക്കാർക്ക് റംബുട്ടാന്റെ കായ്ച്ച തൈ വേണമെങ്കിൽ നമുക്കിത് ഇവിടെ കായ്ച്ച തൈ, നല്ല വലിപ്പത്തിലുള്ള തൈ കൊടുക്കാം അല്ലേ? ഇപ്പോൾ ഇത് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് നിർത്തണമെങ്കിൽ നിർത്താം. ഇപ്പോൾ കായ്ച്ച തൈ വേണമെങ്കിൽ കായ്ച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചേട്ടോ. ഈ ഒരു ഹൈറ്റിൽ തന്നെ കായ്ച്ചു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ നടാനായിട്ട് പറ്റും. അത് പ്രൂൺ ചെയ്ത് നിർത്താൻ അത് ചെറുതാക്കും ചെയ്യാം. അപ്പൊ കായ ഉണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട്. പൂത്ത് കായ ആയിട്ടുള്ള തൈ വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിറയെ പേരയാണ് കേട്ടോ. ഈ പേരമരത്തിലൊക്കെ ഇങ്ങനെ പേരക്ക കായ്ച്ചു നിൽക്കുക. നമുക്കിങ്ങനെ കൈ കൊണ്ടൊക്കെ പൊട്ടിച്ചെടുക്കാം. നല്ല നല്ല വലിയ പേരക്കകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാകാവുന്നേ ഉള്ളൂ, പക്ഷെ നിറച്ച് കായ്ക്കളാണ്. എല്ലാത്തിലും ഉണ്ട്. എല്ലാത്തിനും ഞങ്ങൾ ഈ പേര കായ് ഉണ്ടായി ബോധ്യം വന്ന് അത് രുചി നോക്കിയിട്ടാണ് അതിന്ന് ലെയർ ചെയ്തെടുക്കുക. പേരയിലും വേറെ വേറെ വെറൈറ്റീസ് ഉണ്ട്. ഇതും അതും സെപ്പറേറ്റ്. അത് ജപ്പാൻ പേരാന്ന് പറയും. ആ കാണുന്നത് അതിന്റെ മുകളിലും കായുണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇതിൽ പറയാനായിട്ടുള്ളത്. ഇവിടെ താഴെയൊക്കെ നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന്റെ മുകളില് അപ്പുറത്ത് ഇതിന് മുകളിൽ നിറച്ച് കായാണ്. ഈ വരുന്നത് മുഴുവൻ ഈ പൂവിട്ടതിന്റെ ഉള്ളിൽ മുഴുവൻ കായാണ് വരും. ഇതിന്റെ ഇലയ്ക്കും ഇതാണ് ജപ്പാൻ പേര എന്ന് പറയും. അതിന്റെ മുകളില് ഇതിന്റെ ഇലകൾക്ക് വ്യത്യാസം. ഇവിടെ ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പേരയുടെ ഇല പോലെ ഇല്ല. 5-6 തരം പേര ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് തൈകള് ഉണ്ട്. ഇങ്ങനെ കായ്ച്ചു നിൽക്കുകയാണ്. അതിന്റെ മുകളിൽ ഇഷ്ടംപോലെ പേരയുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കിത് പൊട്ടിച്ച് കഴിക്കാൻ പറ്റുമായിരുന്നു. ഇനി നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാങ്ങ കാണിച്ചു തരാം. ഇതാണ് എലിഫന്റ് മാംഗോ. ഇത് ഇപ്പൊ തന്നെ ഒരു ആനക്കൊമ്പിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടെ വലുതാവും. ഇത് ശരിക്കും പാകമായിട്ടില്ല. ഇനിയും വലുതായി കഴിഞ്ഞാൽ ശരിക്കും ഒരു ആനക്കൊമ്പിന്റെ ഷേപ്പ് ആവുന്നാ പറയുന്നത്. അധികം നമ്മൾ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത ഒന്നാണ് അല്ലേ? ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. എലിഫന്റ് മാംഗോ എന്ത് വലിപ്പം അതിന്! നമുക്ക് ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ ഇത് അകലെ നിൽക്കുന്നത് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. നിറയെ എലിഫന്റ് മാംഗോസ് ഉണ്ട് ഈ മാവില്. അപ്പൊ നമ്മൾ ആയുർജാക് ഫാമിലെ വിശേഷങ്ങൾ ഇങ്ങനെ കാണുമായിരുന്നു. ശരിക്കും നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുക. എങ്ങനെയാണ് ഒരു മാങ്ങ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് മാങ്ങകൾ ഉണ്ടല്ലോ, അതിനെ പറ്റിയോ? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മാങ്ങ മാത്രമല്ല, ചക്ക മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവില്ലാത്ത കുറെ കുട്ടികളുണ്ട് നമ്മുടെ ഈ ഒരു കാലത്ത്. അപ്പൊ അവരെയൊക്കെ ശരിക്കും ഒരു ദിവസം ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നല്ല അറിവുമായിട്ട് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം. നമുക്ക് ഒരു ചെടിയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഇവിടെ ഒരാളുണ്ട്. പിന്നെ അത് മാത്രമല്ല നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ട് അറിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് രുചിച്ച് അറിഞ്ഞ് അങ്ങനെ പോകാനായിട്ട് പറ്റും. അപ്പം തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കായാലും കൃഷിയോട് താല്പര്യമുള്ളവർക്കായാലും ഒക്കെ ഒരു ദിവസത്തെ ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആയുർജാക്കിലേക്ക് വരാനായിട്ട് പറ്റും. ഒരുപാട് അറിവുമായിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ധൈര്യമായിട്ട് വന്നോളൂ. കാരണം ഇവിടെ എപ്പോഴും എല്ലാരും വെൽക്കം ചെയ്യാണല്ലേ. ഞായറാഴ്ച അടക്കം തുറന്നു രാവിലെ 8 മുതൽ വൈകിട്ട് 6 മണി വരെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ഇത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു നാണക്കേടാണ്. വന്ന് നമുക്ക് ഇത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിൽ കൂടെ ഇനി കാണാത്തവരുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കാണാം. നല്ല ചക്കയും മാങ്ങയൊക്കെ കഴിച്ച് രുചിച്ച് തൈകളും വാങ്ങി അതിൻ്റെ ആ ഒരു പരിപാലനം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നമുക്ക് തൈകൾ വേണമെങ്കിൽ അത് വാങ്ങി കൊണ്ടുപോകാനൊക്കെ വരാനായിട്ട് പറ്റിയ സ്ഥലമാണ് ആയുർജാക്ക്. അപ്പോൾ എല്ലാവരെയും നമുക്ക് വെൽക്കം ചെയ്യാം അല്ലേ? എല്ലാവർക്കും വെൽക്കം.